2013 ബൈസിക്കൽ ഥീംസിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തലവലിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആ ഒരു കോംബോ ഓരോ സിനിമയിലും തിയേറ്ററിൽ കണ്ട് നമ്മൾ അത്രത്തോളം കൈയടിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ ഹോളിലും ഉയരുന്ന കൈയടി ആർപ്പുഴവിളി അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സോ one more time, ladies and gentlemen, can we have a big cheer for the competition as a Kali and just joy? Keep that coming in everybody because ഇന്നത്തെ ദിവസത്തെ ഏറ്റവും മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് തന്നെയാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഒരു സംവിധായകനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സ് നിറഞ്ഞൊരു സന്തോഷമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ, ഒരു പുഞ്ചിരിയാണ് നമ്മുടെ മുഖത്ത് വരുന്നതെങ്കിൽ ആ സംവിധായകൻ ആരാണെന്ന് നമുക്ക് അധിക നേരം ആലോചിക്കേണ്ട ആവശ്യം വരില്ല. അല്ലെ? വർഷങ്ങളോളം ശബ്ദം കൊണ്ട് മലയാളി മനസ്സ് കീഴടക്കിയ താരമാണ്. ഇന്ന് ആ ശബ്ദത്തിനപ്പുറം അദ്ദേഹത്തിന്റെ മാജിക്കൽ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ്, ഇംപെക്കബിൾ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ടാലന്റ് തിയേറ്ററിലെ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും ഷോൾഡറിൽ തട്ടി ഒരു ആശ്വാസവാക്ക് പറയുന്ന ഒരു മാജിക് ആണ് ഓരോ സിനിമ കാണുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. Also we have given us some thrilling moments in the theater as well. Ladies and gentlemen, we are now about to celebrate the master of feel-good movies, the one soul who gives us hope and happiness not just through his projects but just by himself. It is now time for us to welcome the director, Just Joy. With a big round of applause. മികച്ച കവിത നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റവും ഹെവൻലി ആയിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസസ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ഡയറക്ടർ സർ ജസ്റ്റ് ജോയ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ആദ്യമേ തന്നെ പറയട്ടെ, 7ാമത് സിനിമയിലേക്ക് അങ്ങനെ എത്തി നിൽക്കുകയാണ്. ഡയറക്ടർ, റൈറ്റർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരുപാട് ടൈറ്റിൽസ് ഉണ്ടല്ലോ. റൈറ്ററാണ്, ഡയറക്ടറാണ്, ഫിലിം ഡയറക്ടറാണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, ലിറിസിസ്റ്റ് ആണ്, വാട്ട് നോട്ട്. കൈവച്ച മേഖലകളിലെല്ലാം തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള താരമാണ്. ലൈക്ക് ഐ സെഡ്, സിനിമ കാണുമ്പോൾ മാത്രമല്ല നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നുന്നത്. എപ്പോൾ ജസ്റ്റ് ജോയ് സാറിനെ കണ്ടാലും നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. സാർ സംസാരിക്കുന്നത് കേട്ടിരിക്കുമ്പോഴും അത്രത്തോളം റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വി ക്യാൻ ഓൺലി ഇമാജിൻ അബൌട്ട് ദ മാജിക് that you are bringing to the film. Excited ആണ് മുഖത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും എന്താണ് ഇപ്പോൾ പറയാനുള്ളത് സർ? ഓവർ ടു യു. ഹായ്, ഗുഡ് ഈവനിംഗ്. ആദ്യത്തെ ദൈവത്തിന് നന്ദി പറയാണ്. തലവൻ കഴിഞ്ഞിട്ട് തലവൻ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ തുടങ്ങാൻ പോകുന്നത്. ഒരുപാട് ഏത് സ്റ്റോറിയിലേക്ക് ലോഞ്ച് ചെയ്യണം, ഏത് സ്റ്റോറിയിലേക്ക് എത്തണം, എങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെ ഒത്തിരി കടമ്പകൾ പിന്നിട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. മറ്റൊരു കാര്യം, എൻ്റെ ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ടൈറ്റിൽ ആവുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. സാധാരണ എല്ലാ സിനിമയും കഴിഞ്ഞ 6 സിനിമയും ഷൂട്ട് കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കും ടൈറ്റിൽ ഇടാറുള്ളത്. ഇത്തവണ അത് മാറ്റി കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് മിനിസ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത്രയും അധികം ആൾക്കാർ ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ച കാര്യം മറ്റാരും ഏറ്റെടുക്കാനില്ലാത്തതുകൊണ്ടാണ് സ്വാഗത പ്രസംഗം ഞാൻ ഏറ്റെടുത്തത്. ഉറപ്പായിട്ടും കുറെ പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകുന്നത് ആദ്യം തന്നെ ജാമ്യം എടുക്കുകയാണ്. ആദ്യമായി എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നവമാധ്യമ സുഹൃത്തുക്കൾക്കും എത്തിച്ചേർന്നതിന് എത്രയോ നേരം മുമ്പ് 5 മണി മുതൽ എല്ലാവരും ക്യാമറ വെച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പറയുകയാണ്. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, മറ്റെല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ഉണ്ട്, പാരൻസ്, കുടുംബം എല്ലാവരും ഉണ്ട്, അവർക്കും സ്വാഗതം പറയുന്നു. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തുടങ്ങേണ്ടത്, ഒഫീഷ്യലി ഞാൻ ജീവിതത്തിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അതിനകത്ത് ഞാനിന്ന് വളരെ ഇമോഷണലാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് അവസരം തന്ന എൻ്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ ഡോക്ടർ സജികുമാർ. ധാത്രി എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തിന്റെ ഓണറാണ് അദ്ദേഹം. ഒരു മാജിക് പോലെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും ഞങ്ങൾ പരിചയപ്പെട്ടതും ഒരു യാത്ര ഉണ്ടായതും. യാദൃശ്ചികമായി കഥയെക്കുറിച്ച് അദ്ദേഹം കേൾക്കുകയും അന്ന് രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ ഒത്തിരി ഇങ്ങനെയാണ് വാക്കുകൾ കൊണ്ടൊന്നും നന്ദി പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് തന്നെ എൻ്റെ 2ാമത്തെ സിനിമ സൺഡേ ഹോളിഡേ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർക്കാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ.
അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ റിപ്പീറ്റ് അടിച്ച് ഏഴാമത്തെ സിനിമയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതില് 7 സിനിമയിലും 6 സിനിമയിലും നായകൻ ആസിഫ് അലിയാണ്. ഒരു സിനിമ മാത്രം മറ്റൊരാൾ. എങ്കിലും ആ സിനിമയിൽ ആസിഫ് ഉണ്ടായിരുന്നു. ആസിഫിന് പ്രത്യേകിച്ച് സ്വാഗതം പറയേണ്ട ആവശ്യമില്ല, എന്റെ കുടുംബം തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് എന്റെ വൈഫ് കഴിഞ്ഞാൽ എനിക്കൊരു നോട്ടം കൊണ്ട് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഈ ലോകത്തിലെ മറ്റൊരു ഒരേ ഒരു വ്യക്തി ശ്രീ ആസിഫ് അലിയാണ്. ആസിഫ്, സമ, നാദു, ഹൈക്കുട്ടി എല്ലാവരും ഉണ്ട്. ഒരുപാട് സന്തോഷം. മിനിസ്റ്റർ ഇങ്ങോട്ട് എത്തും. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ്. മിനിസ്റ്റർ OJ ജനീഷാണ് വരുന്നത്. സ്പോർട്സ് മിനിസ്റ്ററാണ്, നമുക്കറിയാം. അതുപോലെ അനൂപ് സാർ, TA നവാസ് അവരുണ്ട്. അതേപോലെ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വർഷം US പോയവനിടയായി. US ചെന്ന് ഒരു 20 ദിവസം എനിക്ക് അവിടെ താമസിക്കണം. അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന ഒരു യോയോ പയ്യൻ. ഈ യോയോ പയ്യൻ ഭയങ്കര ഈ ടെസ്ലയുടെ ഏറ്റവും വില കൂടിയ ഒരു കാറുമായിട്ടാണ് വന്നത്. ഈ കാറ് പുള്ളി ഇങ്ങനെ വിളിക്കുമ്പോൾ കാറ് തനിയെ അടുത്തേക്ക് വരുന്നു, കയറുന്നു, തനിയെ ഓടിച്ചോണ്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഭയങ്കര ന്യൂജൻ കാർ, ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. അപ്പൊ ഈ ഇത്രയും വലിയ ഫീച്ചേഴ്സ് ഉള്ള ന്യൂജൻ കാറിൽ യോയോ പയ്യനോട് ഒരു പാട്ട് പ്ലേ ചെയ്യാമോ, നമുക്ക് 2 മണിക്കൂർ യാത്രയില്ലേ എന്ന് ചോദിച്ചപ്പോ പുള്ളി ഇട്ട പാട്ട് യാരോ ഇവൻ യാരോ സ്വന്തം യാർത്താണ്ടിവനോ മെയ്യാണ് സ്വന്തം ഗോവിന്ദ് വസന്ത്. അപ്പൊ ആ പാട്ട് കേട്ടു. 20 ദിവസവും എവിടെയെങ്കിലും പോകുമ്പോൾ വേറെ ആൾക്കാരുടെ കാറിൽ കയറുമ്പോഴും സ്വന്തമായിട്ട് കാർ ഓടിച്ചു പോകുമ്പോഴൊക്കെ ഇത് ലൂപ്പിലാവാൻ തുടങ്ങി. ഈ പാട്ട് ഞാൻ പോലും അറിയാതെ രാത്രി കിടക്കുമ്പോഴൊക്കെ കമൽഹാസൻ സാറിന്റെ സ്വരത്തിലും കൂടിയാണ് കേൾക്കുന്നത്. അപ്പോ ഈ പാട്ടിന്റെ പല്ലവി എന്റെ മനസ്സിലും ഞാൻ പാടാൻ തുടങ്ങി. യാരോ ഇവൻ യാരോ, യാരണ ഇവൻ, നാട്ടിലെത്തി അടുത്തൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെ വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഗോവിന്ദിനോട് ഗോവയിൽ വെച്ച് പറഞ്ഞു. ഗോവിന്ദ് ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടപ്പോ ഗോവിന്ദ് സർക്കിട്ടിന്റെ ഒരു കാര്യത്തിൽ പോയപ്പോ അത് കഴിഞ്ഞ പിന്നെ ഇപ്പോ ഗോവിന്ദ് കമ്മിറ്റ് ചെയ്തപ്പോ എനിക്ക് വലിയ സന്തോഷമായി. ഗോവിന്ദ് ഒരുപാട് ഗോവിന്ദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഗോവിന്ദിന്റെ കുഞ്ഞെന്റെ അടുത്ത് ബൈ എന്ന് പറഞ്ഞു. അപ്പൊ ഒരിക്കലും ബൈ വരരുത്, അങ്കിള് വലതുകാലം വെച്ച് കയറിയിട്ടേ ഉള്ളൂ, ഗോവിന്ദ് ഒത്തിരി സന്തോഷം. ഗോവിന്ദന് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന 99 ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരു കോണ്ടന്റ് കൊടുത്താൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ക്വാളിറ്റി തരുന്ന വേറൊരു മ്യൂസീഷ്യനോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഗോവിന്ദ്, സത്യമാണ്. അത് ഇന്ന് നിങ്ങൾക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോൾ, ഇവിടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ എന്റെ ഡബിങ് ആർട്ടിസ്റ്റാണ്, ലിറിസിസ്റ്റ്, ഒക്കെ ശരിയാണ്. പക്ഷെ അതേപോലെ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ എന്നെ കൊണ്ട് നടക്കുന്ന എന്റെ കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ പേര് ഇൻസോംനിയ ഫാമിലി എന്നാണ്. മൈ പാർട്ട്ണർ ഇൻ ക്രൈം മിസ്റ്റർ മെന്റലിസ്റ്റ് ആദി ആൻഡ് മൈ ഫാമിലി, അവരെല്ലാവരും ഉണ്ട് ഇവിടെ. ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട ചിദംബരം ഉണ്ട്, അസ്കർ അലിയുണ്ട്, പിന്നെ അഭിനയിക്കുന്നവരുടെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഡോക്ടർ റോണിയുണ്ട്, ഇവരൊക്കെ വിളിക്കും. ഒരു പിന്നെ ഇതില് ഒരാൾ പതുങ്ങി നിൽക്കുന്നുണ്ട് ബാക്കില്, അത് സഞ്ജയ് ബോബിയിലെ സഞ്ജയ്. അത് മുമ്പിൽ ഒന്നില്ല ഇവിടെ ഇരിക്കും, വിളിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സഞ്ജയും ഞാനും സുരേഷും കൂടെ ഒരുമിച്ചിരുന്ന് എത്രയോ രാത്രികളും പകലുകളും ഇരുന്നിട്ടാണ് ഇതിന്റെ എത്തിച്ചിരിക്കുന്നത്. ഇതിന് ഇപ്പൊ നാളെ ഷൂട്ട് ചെയ്യാവുന്ന ഒരു പരുവത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. അതേപോലെ ഒരാളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ സൺഡേ ഹോളിഡേയില് ഷോ ഞാൻ കഥാപാത്രം നരേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു ഈ സിനിമ ഞാൻ എന്തിനാണ് ചേട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങളെ പോലത്തെ ഒരാള് ആസിഫ് അലിയെ തേച്ചാൽ നല്ല രസം ഉണ്ടാവുന്നു. അങ്ങനെ എനിക്കൊണ്ട് ആദ്യത്തെ ഡയലോഗിലാണ് ശ്രുതി വീഴുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രുതി ഇത് ചെയ്താൽ എനിക്ക് വല്ല ഗുണം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഗുണം ഉണ്ടാവില്ല. ആൾക്കാർ തേപ്പുകാരി എന്ന് വിളിക്കും, പക്ഷെ ആ തേപ്പുകാരിയിൽ നിന്ന് ആ ശ്രുതി ഉയർത്തെഴുന്നേറ്റും മറ്റ് ഭാഷകളിലേക്ക് പോയി മലയാളത്തിന്റെ അഭിമാനമായ അല്ലേ ടച്ച് എന്നും അല്ല ഇരിക്കട്ടെ. ശ്രുതിയുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ്, ഞങ്ങളുടെ സ്വന്തം സഹോദരനാണ്. ഫ്രാൻസിസിനെയും സ്വാഗതം ചെയ്യാം. ഇനി എന്റെ പ്രിയപ്പെട്ട 2 പ്രൊഡ്യൂസേഴ്സ്, പ്രിയപ്പെട്ട ഷംസുദ്ദീൻ, നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. ഇത്രയേറെ നല്ല സിനിമകൾ 1983 പോലത്തെ നല്ല സിനിമകൾ തന്നിരിക്കുന്ന ഷംസുദ്ദീനും വേണു ഗോപാലകൃഷ്ണൻ വൻകക്ഷിയാണ്. എത്ര പേരാണ് നമ്പർ ചോദിച്ച് വിളിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ പ്രൊഡ്യൂസർ അല്ലേ നമ്പർ തന്നോടെ. അവർ ഈ കക്ഷി ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. വലിയ സന്തോഷം നിങ്ങൾ 2 പേരും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. നമ്മുടെ
പ്രിയപ്പെട്ട മലയാള സിനിമയെ ലോകത്തെവിടെ ചെന്ന് ഒരു സിനിമ ഏത് ഭാഷ അറിയാത്തവന്റെ മുമ്പിൽ ഇട്ട് കാണിച്ചു കൊടുത്താലും ഈ സിനിമ എന്റെ നാട്ടിൽ നിന്നാണ്. എന്റെ നാട്ടിൽ പത്മരാജൻ എന്ന് പറയുന്ന ഒരു ലെജൻഡ്, ഒരു പ്രോഡിജി ഉണ്ടായിരുന്നു. ആ അദ്ദേഹത്തിന്റെ മോട്ടിവേഷനിലാണ് എത്രയോ ഫിലിം മേക്കേഴ്സ്, എത്രയോ സിനിമകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം പുത്രൻ ശ്രീ അനന്ത പത്മനാഭൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരുപാട് പെട്ടെന്ന് എണീറ്റ് കാണാനും ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജയസൂര്യയും കൂടെ 2001-2 മറ്റോ പാലക്കാട്ടെ ഒരു സ്കൂളിന്റെ ആനുവൽ ഡേ ഉദ്ഘാടനം. ജയസൂര്യാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ രണ്ടുപേരും പുറപ്പെടാൻ ലേറ്റായി, അതുകൊണ്ട് അവിടെ എത്താനും ലേറ്റായി. അവിടെ ചെല്ലേണ്ട സമയം 6 മണിയായിരുന്നു വൈകിട്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 6:45. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരാൾ അവിടെ ഒരു 10,000-3000 ആൾക്കാർ മുമ്പിലുണ്ട്. ഓപ്പൺ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ ഒരാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനും ജയസൂര്യ ഒരു 10 മിനിറ്റ് ഇരുന്നു. അപ്പൊ കമ്മിറ്റിക്കാർ പറഞ്ഞു, അദ്ദേഹത്തോട് മാറാൻ പറയണോ, നിങ്ങൾക്ക് കയറണോ? നമ്മൾ വേണ്ട, അദ്ദേഹം പറയട്ടെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പുള്ളി ഒരു 5 മിനിറ്റോട് കഴിഞ്ഞ് നിർത്തുമായിരിക്കുന്നു. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി നിർത്തിയില്ല. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇദ്ദേഹം ടോക്ക് നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആ ടോക്ക് നീണ്ടുപോയി. എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറെങ്കിലും ഉണ്ടാവും. 1.5 മണിക്കൂർ ഒരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഞങ്ങൾ പുതിയ മനുഷ്യന്മാരായിരുന്നു കുറച്ച് കാലത്തേക്കെങ്കിലും. അന്ന് മുതൽ എന്റെ സുഹൃത്താണ്, ജ്യേഷ്ഠനാണ്, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഡോക്ടർ സജീവ് നായർ, ദ വൺ ആൻഡ് ഓൺലി സജീവ് നായർ. എണ്ണീറ്റിരുന്ന കാണാൻ സജീവ ആംബുലൻസിൽ കഴിഞ്ഞ പ്രാവശ്യം ലൈസമ്പിൽ വന്നപ്പോൾ 10,000 പേര് അങ്ങ് അറ്റം വരെ ഈ മനുഷ്യനെ കാണാൻ വേണ്ടി ഇരിക്കുന്ന കൊടുത്ത് ഞാനും ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. ആരെങ്കിലും ഒക്കെ പേരെടുത്ത് പറയാൻ പറ്റും, സോറി പറഞ്ഞേ പറ്റും, പറയണം. കാരണം ബാലൻ എന്ന് പറയുന്നത് എനിക്ക് ചിദംബരത്തിന്റെ സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ചിതോടെയുണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. ജാനമൻ ആയിക്കോട്ടെ, മഞ്ഞുമൽ ബോയ്സ് ആയിട്ട് നമ്മളെല്ലാവരും പറയുന്നത്. അപ്പൊ ബാലന്റെ പ്രിവ്യൂ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ബാലന്റെ പ്രിവ്യൂവിനെ വിളിച്ചു കഴിഞ്ഞു. ഈ കക്ഷി ആൾക്കാരെല്ലാം പൊതിയുന്ന കണ്ടു. അന്ന് നമുക്കൊരു ഹൈ പറയാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഫർസാന നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം. ബാലനിലെ ഗെറ്റപ്പല്ലാതെ ഫർസാനെ നമ്മൾ ഇന്നിവിടെ കാണാം. ഒത്തിരി മീഡിയയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഒത്തിരി സ്നേഹത്തോടുകൂടി വന്ന ഫർസാനയ്ക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഹൃദയപൂർവ്വം ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് സർവ്വ നന്മകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി സിനിമ ഡയറക്ട് ചെയ്യുന്നത് പോലെ ഏറ്റവും വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള, വെൽ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു വെൽക്കം നോട്ട് തന്നെയാണ് ജസർ ഇപ്പോൾ നമുക്കായിട്ട് സമ്മാനിച്ചത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ ലൈഫിൽ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് മനോഹരമായിട്ട് ഏറ്റവും ഹൃദ്യമായ വാക്കുകളാൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. Now, I think we should give a big round of applause once again to that one man who always spreads such huge waves of positivity. Thank you so much. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ കാത്തിരിപ്പ് ആരംഭിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള. സിനിമ എങ്ങനെയായിരിക്കും നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് കൂടുതൽ വിശേഷങ്ങളൊന്നും നമുക്കിപ്പോൾ ചോദിക്കാൻ പറ്റില്ല. പക്ഷേ പോകെ when we welcome the crew, when we welcome the cast, we will get to know more about that. And yes, and now ഇന്ന് ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻസ് തരുന്നവരാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. അത്തരത്തിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ സ്വപ്നം കണ്ട കാര്യങ്ങളെല്ലാം ഓരോന്നായി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ്. Now, ladies and gentlemen, ജസർ വെൽക്കം സ്പീച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച വാക്കൊരു വലിയ കക്ഷിയാണ് എന്നാണ്. അത് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 100% റീറ്റെയിൽ ഫോക്കസ് ആയിട്ടുള്ള ഡിജിറ്റൽ ഫ്യൂച്ചർ ഡിസൈൻ കമ്പനി ലിറ്റ്മസ് 7 Days CEO, none other than Sri Venu Gopalakrishnan. And we also know how crazy he is about car, how crazy he is about riding. And now ഇന്ന് മുതൽ അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള ക്രേസും ആരംഭിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. He is stepping his feet into Malayalam film industry and this is going to be his first production. അപ്പോൾ ആ ഒരു ആവേശം ഉൾക്കൊണ്ട് തന്നെ മികച്ച കൈഡി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. A big round of applause and welcoming Mr. Venu Gopalakrishnan, one of the producer who is gifting us the film. സ്റ്റേജിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഷംസു സാറിനെയാണ് ഒന്ന് കണ്ണോടിച്ച് നോക്കിയതല്ലേ? സംസാരിക്കാൻ ഉണ്ടാവുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്തായാലും സാർ, ഹൗ ആർ യു ഫീലിംഗ്? എക്സൈറ്റ്മെന്റ്, ഹാപ്പിനെസ് എന്താണ് മനസ്സിലേക്ക് തോന്നുന്നത്?
എവറി ടൈം when you speak വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഇൻസൈറ്റ്സ് ഒക്കെ നമുക്ക് പങ്കുവെക്കുന്ന ആളാണ്. അപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടേക്ക് ഹോം മെസ്സേജ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെ we just curious to know how you feeling at the moment. Very honestly speaking, I had no intention to get into movies at all. The only reason I'm standing here because of two people. One is Shamsu and the other one sitting there very quietly, Sanjay. And I was looking for you all along. What an amazing personality. I adore your way of thinking. And I felt I should be part of that. But I was trying to escape myself from this. After Shamsu പറഞ്ഞു പോകാൻ പറ്റത്തില്ല. ആ ഒരൊറ്റ കാര്യം കൂടെ നിൽക്കുന്നു. I'm excited for him more than for me. I'm excited for everybody sitting here, everyone sitting here, and this joy. I never met this person. Heard quite a bit about him. I'm not a movie guy. I mean, yeah. When he said Padmarajan's son is here, that's a privilege, honestly. Because when I interview people, I ask them one question. Why is Padmarajan Padmarajan? That's a question that I ask people for his authenticity, originality. So it is, I'm so privileged, and thank you, Jessica, Shamsu, and all of you, to put me into this place where I could meet all of these great legends. Happy to be here and excited for this project, and I wish good luck with this project. I think I should say we are equally excited for you happening in this film. നമുക്കായിട്ട് മലയാളികൾ ഒരുപക്ഷെ ഏറ്റവും ആന്റിസിപ്പേഷനോട് കൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സമ്മാനിക്കാനായിട്ട് പോകുന്നത്. I can say congratulations, sir, and let it be just a beginning. Even though you're not fascinated about movies, we just wish that let this be a beginning and let Malayalam be blessed with more films coming from your production house. And we had one producer who definitely ഇനി നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷംസു സാറിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. പക്ഷേ he is busy with something. All right. പിന്നെ സംസാരിക്കാം അല്ലേ? Okay, so let us keep the moment for him later when we get into the next proceedings. So now, ladies and gentlemen, അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നത് സിനിമയിലെ തിരക്കഥാകൃത്തായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപാലൻ സാറിനെയാണ്. അദ്ദേഹത്തെ ഏറ്റവും മികച്ച കൈഡി നൽകി തന്നെ സ്വാഗതം ചെയ്യണം. because he is also marking his debut to the Malayalam film industry. അദ്ദേഹത്തിന്റെയും ആദ്യ പ്രൊജക്റ്റ് ആണ്. അത് ഇത്രയും വലിയൊരു ആന്റിസിപ്പേഷൻ, ഇത്രയും വലിയൊരു പ്രോമിസ് മലയാളി പ്രേക്ഷകർക്ക് നൽകിയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ, അങ്ങേയറ്റം ആവശ്യത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈ, everyone, a big round of applause and welcoming Mr. സുരേഷ് ഗോപാലൻ sir. നമസ്കാരം. വലിയ കാരണം പിന്നെ മറ്റൊരു കാരണം കൂടിയായ ആസിഫ് അലി. കൂടുതൽ പറയാനില്ല, എത്ര പേര് എങ്കിലും എക്സൈറ്റഡാണ് ഒരു വലിയ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. അതൊക്കെ പറയാം. പിന്നെ തീർച്ചയായിട്ടും അധികം എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന, ഏറ്റവും ത്രില്ലോട് കൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് അല്ലെ? അതിന് എല്ലാവിധ ആശംസകളും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ അറിയിക്കുകയാണ്. ഹാപ്പി, എക്സൈറ്റഡ്. ഇനി ഒരുപാട് വേദികളിൽ ഇതുപോലെ സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അഡ്വക്കേറ്റ് OJ ജനേഷ് സർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദി ഓണറബിൾ മിനിസ്റ്റർ ഫോർ യൂത്ത് വെൽഫെയർ, സ്പോർട്സ്, രജിസ്ട്രേഷൻ, ഗവൺമെന്റ് ഓഫ് കേരള. ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ ഈ അവസരത്തിലേക്ക്, ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹാർട്ടി വെൽക്കം സർ. അദ്ദേഹമായിരിക്കും നമുക്കായിട്ട് ടൈറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഒരു കഥ പറയാനുണ്ടെന്നാണ് ജിസർ പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, പറഞ്ഞല്ലോ, സുരേഷ് മലയാള സിനിമയിലേക്ക് വലതുകാലം വെച്ച് കയറുന്ന ഫസ്റ്റ് പടമാണ്. അപ്പൊ സുരേഷിനെ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞു. ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാല് സന്തോഷ് കേച്ചിക്കാനം എന്ന് പറയുന്ന വലിയ റൈറ്റർ ഒരു കഥ പറയാൻ, ഞാൻ കുറെ നാളായിട്ട് സന്തോഷിന്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ സന്തോഷിന്റെ ഫ്ലാറ്റിലേക്ക് സന്തോഷിന്റെ കഥ കേൾക്കാൻ വേണ്ടി പോകാം. അപ്പൊ മനസ്സുകൊണ്ട് സെറ്റാ സന്തോഷ് കഥ പറയുമ്പോൾ. അങ്ങനെ സന്തോഷ് കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇവിടുന്ന് ഇറങ്ങി വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാണത് ചോദിച്ചു. ഇതെന്റെ സുഹൃത്ത് തൊടുപുഴയിലുള്ള കക്ഷിയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, പുള്ളി എഴുതും, അത്യാവശ്യം എഴുതും.
അപ്പോ ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞ് എന്റെ കയ്യിലേക്ക് തന്നു. സന്തോഷ് ചേച്ചിക്കാരൻ തന്നെ കഥ പറച്ചിൽ എന്തുകൊണ്ടോ അന്ന് നടന്നില്ല. പക്ഷെ തന്നുവിട്ട സ്ക്രിപ്റ്റ് ഞാൻ അന്നേരം ഇരുന്ന് വായിച്ചു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അതിലൊരു മനോഹരമായ സിനിമ കിടപ്പുണ്ട്. തലവന് മുൻപായിരുന്നു ഈ സംഭവം. അങ്ങനെ തലവന്റെ ഷൂട്ടിലൊക്കെ ഈ കഥ ഇങ്ങനെ മനസ്സിലിട്ട് ലാളിച്ച് ഇപ്പോ ഞങ്ങൾ ആ സിനിമ സന്തോഷ് ചേച്ചിക്കാരൻ പരിചയപ്പെടുത്തിയ, സന്തോഷ് ചേച്ചിക്കാരൻ വഴിമാറി തന്ന സുരേഷിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ്. ഇനി കൈയടിക്കും. നല്ല കഴിവ് തന്നെയാവും അല്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരെയാണ്. ഇതുപോലെ ഒരുപാട് വേദികളിൽ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാനായിട്ട് പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു. ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച് സർ. And now, ladies and gentlemen, with the valuable presence of Minister Advocate O.J. Ganesh sir, we are also welcoming some other eminent personalities here. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജസ്റ്റ് ജോയ് ആസിഫ് അലി ഒന്നിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം അങ്ങേയറ്റം ബഹുമാനപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. And now we have a lot of other crew members from the film to talk about. പക്ഷേ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എത്തിച്ചേർന്നിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഇനി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്നപ്പോൾ നമ്മൾ കണ്ടൊരു മനോഹരമായിട്ടുള്ള കാഴ്ച, ഹി വാസ് ഹഗ്ഗിങ്. നമ്മുടെ സ്വന്തം ആസിഫിക്ക് ഒരു വാം ഹഗ് നൽകിയാണ് അദ്ദേഹം ഇവിടേക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയത്. ഫ്രം ദാറ്റ് വി കൻ അണ്ടർസ്റ്റാൻഡ് യുവതലമുറയിലെ ആളുകളെ എത്രത്തോളം അദ്ദേഹം ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളത്, അദ്ദേഹത്തിനോടുള്ള കലയോടുള്ള സ്നേഹം എത്രത്തോളം വലുതാണെന്ന് നമ്മളിവിടെ കണ്ട് മനസ്സിലാക്കുക തന്നെയാണ്. And now, with all your permission, ladies and gentlemen, here I am availing this opportunity to wholeheartedly welcome the Honorable Minister Advocate O.J. Ganesh on the floor. മികച്ചൊരു കാര്യം നൽകി തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് നമ്മുടെ സെറമണീസ് നമ്മൾ തുടരുന്നതായിരിക്കും. Put a round of applause. Let us give it up for Advocate O.J. Ganesh, Respected Minister for Youth, Welfare, Sports, Registration, Government of Kerala. Heartily welcome, sir. ജസ്റ്റ് ജോയ് ആസിഫ് അലി ഒന്നിക്കുന്നതിന്റെ ഒരു മനോഹാരിതയെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ഈവനിങ് കൂടുതൽ ധന്യമാക്കിക്കൊണ്ട് സാർ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും സാറിന് ഇപ്പോൾ എല്ലാവരും പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേദിയിലേക്ക് കടന്നു വന്ന സമയത്ത് തന്നെ ഞാൻ പ്രിയപ്പെട്ട ആസിഫിനടുത്ത് പറഞ്ഞു, പണിയുടെ ശബ്ദം ആദ്യമായിട്ട് നേരിൽ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതാണ്ട് ഞങ്ങളൊക്കെ ഒരു കോളേജ് സമയത്ത് പിന്നെ അല്ലു അർജുന്റെ സിനിമകൾ കാണുന്ന അല്ലു അർജുന്റെ ശബ്ദമായി കേട്ടിരുന്ന ഒരാൾ ശ്രീ ജസ്റ്റ് ജോയ് ആണെന്നുള്ളത് കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇന്ന് ആ ശബ്ദമൊക്കെ നേരിൽ കേട്ടു. ശ്രീ ആസിഫിക്കയുടെ ഒരു പുതിയ ചിത്രം പ്രിയപ്പെട്ട ഷംസുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ശ്രീ ജസ്റ്റ് ജോയ് സംവിധാനം ചെയ്യുന്നത്. അതിന്റെ 6ാമത്തെ ചിത്രമാണ് പ്രകടിപ്പിച്ചത്. അത് ഞാൻ അദ്ദേഹം വിളിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഡയറക്ടർ ജസ്റ്റ് ജോയ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഒരു തമാശയ്ക്ക് ചോദിച്ചു, അപ്പൊ നായകൻ ആസിഫാണോ എന്ന് തമാശയ്ക്ക് ചോദിച്ചു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞു. അപ്പൊ ഒരു പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിൽ കൂടി പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞുള്ള സന്തോഷം കൊണ്ടുവയ്ക്കുന്നു. ഈ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു വലിയ മലയാള ചലച്ചിത്ര രംഗത്ത് ഒട്ടനവധിയായ ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് സിനിമകൾക്ക് പങ്കെടുക്കാനും അഭിനയിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും സംവിധാനം ചെയ്യാനും നിർമ്മിക്കാനൊക്കെ ഈ ചലച്ചിത്രത്തിലെ എല്ലാ ക്രൂവിനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ടൈറ്റിൽ എനിക്ക് പ്രയാസം ചെയ്യാം. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് നമ്മൾ കടക്കുന്നത് സർ. പക്ഷെ അതിന് മുന്നേ കൗതുകം കൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആസിഫിക്ക ജസ്റ്റ് ജോയ് കോമ്പിനേഷനിൽ ഏത് സിനിമയാണ് സാറിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്? എനിക്ക് എല്ലാ സിനിമയും ഡിപ്ലോമാറ്റിക് ആൻസർ ആയി പോകുന്നത്. എല്ലാ സിനിമയും ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും എല്ലാ സിനിമയും ഇഷ്ടമാണ്. എന്നാലും ഒരു പൊടി ഇഷ്ടം കൂടുതൽ എനിക്കറിയാവുന്ന പ്രസംഗങ്ങളോട് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടൊന്നും കരിയർ കൊണ്ടുപോകാം. അപ്പൊ പിന്നെ നമുക്ക് ടൈറ്റിൽ ലോഞ്ചിലേക്ക് നേരിട്ട് കിടക്കാം അല്ലെ? സാറിന്റെ പ്രസൻസോട് കൂടി സിനിമയിലെ താരങ്ങളെയും ക്രൂ മെമ്പേഴ്സിനെയും നമ്മൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ടൈറ്റിൽ ലോഞ്ചിലേക്ക് കടക്കുന്നതിന് മുന്നായി ഒരിക്കൽ കൂടി സാറ് പറഞ്ഞതുപോലെ അല്ലു അർജുന്റെ സൗണ്ടിങ്ങിനെ മുഴുകി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ജോയ് സാറിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. To join for the title launching ceremony and also singing the valuable presence of the producers Mr. T.R. Shamsuddin sir and Mr. Venu Gopalakrishnan sir. രണ്ടുപേരെയും ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഫസ്റ്റ്ലി അവർ ഒരുമിച്ച് വേദിയിലേക്ക് എത്തുകയാണ്. നല്ലൊരു കാര്യം നൽകി തന്നെ നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
ആൻഡ് നമ്മുടെ മലയാള സിനിമയിലെ പ്രോമിനന്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള സഞ്ജയ് ബോബി ടീമിലെ സഞ്ജയ് സർ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി തിരക്കഥാകൃത്തായ ശ്രീ സുരേഷ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെക്കിംഗ് presence of Mr. സുരേഷ് സർ as well. സ്വാഗത പ്രസംഗത്തിൽ ജസ്റ്റ് ജോയ് സാർ സൂചിപ്പിച്ചിരുന്നു അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു പാട്ട് കേട്ടതിന്റെ കഥ. തീർച്ചയായിട്ടും ഈ സിനിമയിലെ ഒരു മജീഷ്യൻ എന്ന് നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. സംഗീതം കൊണ്ട് നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ച, പ്രണയത്തിൽ ആഴ്ത്തിയ, നമ്മളെ കരയിപ്പിച്ചിട്ടുള്ള മജീഷ്യൻ ആണ്. And now, ladies and gentlemen, the magician of the film, let us give a big hand to welcome the one and only Govind Vasanta. നിരത്തെ കൈ നൽകിയത് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. The stage is almost set, but now here comes the very important part. Stage ഇപ്പോഴും incomplete ആണല്ലേ? And now we have to make it picture perfect. And for that, here I am gonna welcome a star who is also a favorite boy next door in the Malayalam film industry. ഒരുപക്ഷെ സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവിതം ഒരു പാഠപുസ്തകമായി, ഒരു വലിയ ഇൻസ്പിറേഷൻ നൽകുന്ന നമ്മുടെ സ്വന്തം ആസിഫിക്ക. Like I said in the beginning, അദ്ദേഹത്തിന്റെ ചിരിയെ കുറിച്ച് നമുക്ക് ഓണാൻ സംസാരിക്കാം. And now, ladies and gentlemen, with a big round of applause, let us welcome the very own ആസിഫിക്ക, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആസിഫ് അലി. He is here. And now I think it's time for us to directly move to the title launching ceremony. എല്ലാവരുടെയും സാന്നിധ്യം കാംക്ഷിച്ചുകൊണ്ട് തന്നെ ടൈറ്റിൽ ലോഞ്ചിങ് സെറമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. So we can move to both sides so that everybody will get a good view at what is coming up next on the floor. So ladies and gentlemen, are you all ready? Camera team, media team, are you all ready to capture this? If yes, here we go. We can have a countdown അല്ലേ? ഒരു കൗണ്ട്ഡൗണിന് ശേഷം നമുക്ക് മുന്നിലേക്ക് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ എത്തുന്നതാണ്. On the count of 3, 2, 1, and here we go. Entire ടീമിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജസ്റ്റ് ജോയ് സർ, ആസിഫിക്ക, and every single person who is associated with the film. So everyone to the center of stage. നമുക്ക് മിനിസ്റ്ററിനോടൊപ്പം ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ സെറമണീസിലേക്ക് നമുക്ക് കടക്കാം. സിനിമയിലെ താരങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതാണ്, കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നതാണ്. Before that, a very quick picture to mark the valuable presence of Minister Advocate O.J. Janesh sir. എല്ലാവരും ചേർന്ന് ഒരു പിക്ചർ എടുത്ത് let us get into the next. Yes, okay, thank you so much. Title launchന് presence മാർക്കിയത് എല്ലാവർക്കും ഒരു big thank you so much sir. ഇന്നിവിടെ എത്തിച്ചേർന്ന് ടൈറ്റിൽ ലോഞ്ച് മലയാളികൾക്കായിട്ട് സമ്മാനിച്ചതിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അഡ്വക്കേറ്റ് O.J. ജനേഷ് സർ ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ കാത്തിരുന്ന ടൈറ്റിൽ നമുക്ക് മുന്നിലേക്ക് എത്തി. And now let us continue our celebrations. Let us continue listening to the wonderful talks from the stars who are associated with the film. അപ്പോൾ ആസിഫിക്ക നമ്മുടെ സ്റ്റേജിൽ വന്ന് ആ ഒരു എനർജിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? നേരത്തെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെല്ലാവരും അദ്ദേഹത്തെ ആരാധിക്കുന്നതോടൊപ്പം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തറച്ചു കയറുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ ചിരി. ഒരുപാട് സിനിമകളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ആ ഒരു ചിരി തന്നെയായിരിക്കും ഏറ്റവും ആദ്യമേ നമ്മൾ ഓർക്കുന്നതും പറയുന്നതും. And he is a
very good example to all the people who are fighting in their life that we will definitely succeed in. ഓരോ സിനിമ കഴിയുന്നവരും സ്വയം ചാലഞ്ച് ചെയ്ത് സ്വന്തം ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് റീഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടർഫുൾ ആക്ടർ ആണ്. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ സ്നേഹവും സന്തോഷവും അറിയിച്ച് ഗംഭീരമായിട്ടുള്ള ഒരു കൈ നൽകി തന്നെ നമ്മുടെ സ്വന്തം ആസിഫിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. A thunderous round of applause to welcome a very own, a big favorite, Asif Ali. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ജനീഷ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുന്നത് വരെ അല്ലെങ്കിൽ ഈ ഹോളിനകത്തേക്ക് കയറുന്നത് വരെ ഈ നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാനും നിങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടത് ജിസ്ജോയ് ആസിഫ് അലി കോമ്പിനേഷനിൽ നടക്കുന്ന എന്തോ മാജിക്കിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അതൊരു വലിയ ടെൻഷനും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയി മാറി. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഫീൽ ഗുഡ് സിനിമകളുടെ രാജകുമാരനായിരുന്ന ജിസ്ജോയ് നോട്ട് എനി മോർ അല്ല. തലവനോട് കൂടി അദ്ദേഹം ഗിയർ മാറ്റി പിടിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എഗെയിൻ ഇതിലേക്ക് വരുമ്പോൾ തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയ മറ്റൊരു സിനിമയാണ് എത്തുന്നത്. അതിനെ ഡെഫിനറ്റ്ലി ഞാൻ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഇവിടെ കാണുന്ന എല്ലാ പേരുകളും എല്ലാവരുടെയും കൂടെ ഇതിനു മുന്നേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്തായാലും താങ്ക് യു. ഞാൻ പറയാനുള്ളതെല്ലാം ജിസ് പറഞ്ഞു കഴിഞ്ഞു. ഷൂട്ടിംഗ് നാളെ ആരംഭിക്കുകയാണ്. അതിന്റെ ഒരു ഫസ്റ്റ് ഡേ ടെൻഷൻ, ഒരു ഫസ്റ്റ് ഡേ ഫിയർ ഉണ്ട് എനിക്ക്. അത് സംസാരിക്കാൻ ഒരു മടിയും പേടിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത് വലിയൊരു ഇവന്റ് ആണ്. പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു. ഇത്രയും വലിയ ഒരു കിക്ക് സ്റ്റാർട്ട് സിനിമയ്ക്ക് തന്നതിന് ഒരുപാട് നന്ദി. ഈ ഒരു മൊമെന്റിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ആസിഫിക്ക. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു പിക്ചർ, എൻ ഫ്രണ്ട് പോലെ മച്ചാൻ എന്ന പാട്ടൊക്കെ ഇട്ട് BGM ഇട്ട് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കാലം നമ്മൾ കാത്തിരിക്കണം ആ ഒരു മാജിക് സ്ക്രീനിൽ ഒന്നുകൂടെ കാണാനായിട്ടല്ലേ. എങ്ങനെയുണ്ട്? ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷനാണ്, ആ ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത്. സോ സെക്കൻഡ് ഫിലിം, ഹൗ യു ഫീലിംഗ് അബൌട്ട് ദാറ്റ്? പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാകുമോ സെറ്റിൽ? പുതിയത് തന്നെയാണ്, ഡെഫിനറ്റ്ലി പുതിയത് തന്നെയാണ്. കാര്യം ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അത് തന്നെയാണ്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇപ്പം ഫീൽ ഗുഡ് എന്ന ആളുകൾ എടുത്തു പറയുന്നത് എനിക്ക് തോന്നുന്നു സൺഡേ ഹോളിഡേ ഒരു വലിയ ഹിറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ക്രിമിനൽ മൈൻഡ് ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ജിസ്ജോയ്. അപ്പോ അത് വളരെ നന്നായിട്ട് ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കളർ സ്കീമും ഇവിടെ കാണിച്ച പോസ്റ്ററും ഒക്കെ കണ്ടാൽ മനസ്സിലാക്കാണ് ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല എന്നുള്ളത്. പിന്നെ പേഴ്സണലി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളാണ്. എന്റെ എന്ത് മട്ടത്തരം ഞാൻ ചെയ്താലും ആദ്യം അഭിപ്രായം ചോദിക്കുന്നതും എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റും എന്ന് വാശി പിടിക്കുന്നതും എന്റെ സുഹൃത്താണ്. എല്ലാവിധ ആശംസകളും അറിയിക്കാണ്. അതിന്റെ കൂടെ അസിഫിക്ക പോകാൻ ധൃതി വെക്കാൻ തോന്നുന്നു. പക്ഷെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു വൈറൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ കട്ടി മീശയായിട്ട് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മീശ പിരിക്കുന്ന ഒരു വീഡിയോ, ആ ഒരു മൊമെന്റിലേക്ക് ഒന്നും കൂടെ ഇങ്ങനെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇപ്പോ ഇത്രയും പേര് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഹാളിൽ ഇത്രയും മീഡിയയുടെ ഫ്രണ്ടില് ലൈവായിട്ട് ആ മീശ പിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാരും റെഡിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഞാനിത് സിനിമയ്ക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ച മീശയാണ്. സിനിമ പിരിച്ച പോലെ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് എല്ലാവരും ഏച്ചറിക്കട്ടെ. അപ്പൊ തിയേറ്ററിൽ കണ്ട് നമുക്കത് കൂടുതൽ എൻജോയ് ചെയ്യാം. അതിന് കൂടുതൽ രോമാഞ്ചം നമുക്ക് നൽകുന്നതിനായിട്ട് ഇപ്പൊ നമ്മൾ കേട്ട ട്രാക്ക് കൂടെ നമ്മൾ പ്ലേ ചെയ്യാം. അപ്പൊ അതിനൊരു ഫീലില് അസലായിട്ടൊന്ന് മീശ പിരിച്ച് നമ്മളെ കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് ആസ്വദിക്കാനുള്ള റിക്വസ്റ്റ് ആണ്. ജസ്റ്റ് കേട്ടാ മൈക്ക് മാറ്റിട്ടൊക്കെ മീശ പിരിപ്പിക്കാറില്ല. So here comes the moment, everybody be ready to capture this and here is the video. എല്ലാവർക്കും കിട്ടിയല്ലേ? താങ്ക് യു സോ മച്ച് ആസിഫിക്ക. എപ്പോഴും ആസിഫിക്ക സ്റ്റേജിൽ വരുമ്പോൾ ഇതുപോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള മൊമെന്റ് ഗിഫ്റ്റ് ചെയ്തിട്ടാണ് എപ്പോഴും പോവുക. അത് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ബീങ് ദ ബോയ് നെക്സ്റ്റ് ഡോർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. താങ്ക് യു സോ മച്ച്. ഏറ്റവും സന്തോഷം ഫാമിലിയുടെ കൂടെയാണ് ഈ ഒരു മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ?
ആള് സ്റ്റേജിലേക്ക് വരുന്നതിന് മുന്നേ മോനെ നോക്കി എന്തോ എക്സ്പ്രഷൻ ഒക്കെ ഇടുമ്പോൾ ഞാൻ കണ്ടിരുന്നു. എന്താ കൺവീൻസ് ചെയ്തത്? മോനോട് എന്താ പറഞ്ഞത്? അല്ല, ഡാഡേനെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ മോനെ ആരെയാണ് വിളിക്കുന്നത്? ഇല്ലേ? സന്തോഷമായോ? ഒന്നും പറയുന്നില്ല അല്ലേ? താങ്ക് യു സോ മച്ച് ആസിഫിക്ക. റിക്വസ്റ്റിംഗ് യു ടു കൈൻഡ്ലി സെറ്റിൽ ഡൗൺ. അപ്പോൾ ഏറ്റവും മാസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കണ്ട് ആ ഒരു എനർജിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ ഏറ്റവും കാത്തിരുന്ന ആസിഫിക്കയുടെ വാക്കുകൾ ആദ്യമേ തന്നെ നമ്മൾ കേട്ടിരിക്കുകയാണ്. ആ ഒരു എനർജി ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു മൊമെന്റത്തോട് കൂടി തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് അഡ്രസ്സസിലേക്ക് കടക്കാം. So now I think at the moment, do we have our producer Shamsu sir? Yes. Okay. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമയിലെ ഭാഗമായിട്ടുള്ള ഓരോരുത്തരും അത്രത്തോളം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. ഇദ്ദേഹവും മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങൾ ഓരോന്നായി അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ്. നമുക്കറിയാം ഡ്രീം ക്യാച്ചർ പ്രൊഡക്ഷൻസ് 1983 ക്വീൻ, കാണേ എന്നീ സൂപ്പർ ഡ്യൂപ്പർ സിനിമകൾ നമുക്ക് സമ്മാനിച്ചതിന് ശേഷം അടുത്ത സിനിമയിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിന് കൂടെ ഒരു പുറത്തുപോൽ കൂടെയുണ്ട്. മെന്റർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഫൗണ്ടറുമാണ്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് മേഖലയിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? And now he is a very humble person. വന്നപ്പോൾ മുതൽ ഇവിടെ ഈ ഒരു ചിരിയായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. So now how are you feeling? എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? How to you? Good evening all. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ആദരണീയ നമ്മുടെ യൂത്തിന്റെ പ്രിയങ്കരനായ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് സാർ, അതുപോലെ തന്നെ കാസ്കാഡ് ബാങ്കിന്റെ ഡയറക്ടർ ടി എ നവാസ് ഖാൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ് അറ്റോർണി ഡോക്ടർ അഡ്വക്കേറ്റ് അനൂപ് ബി നായർ, പിന്നെ ഈ സദസ്സിലിരിക്കുന്ന ബാക്കി എല്ലാവരും, പിന്നെ എനിക്ക് പേര് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആസിഫ് പറഞ്ഞ പോലെ തന്നെ ഞാനും കുറച്ച് നെർവസ് ആണ്. ആക്ച്വലി ഞാൻ കോളേജിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ നന്നായി വളരെ പക്വമായിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഇത്രയും മീഡിയയും ഇത്രയും എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ തന്നെ സഞ്ജയേട്ടനൊക്കെ പറയുണ്ടായി എനിക്കും അറിയാൻ കുറച്ച് നെർവസ്നെസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ തന്നെ വളരെ വളരെ ഗംഭീരമായ പ്രസംഗം കഴിഞ്ഞ ഒരു വെൽക്കം സ്പീച്ച് ജിസേട്ടൻ നടത്തുകയുണ്ടായി. ഞാൻ പുറത്തു നിന്നിട്ടാണെങ്കിലും സാറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഗംഭീരമായ പ്രസംഗത്തിന് ശേഷം, ആസിഫിന്റെ ഇഷ്ടത്തോടുള്ള പ്രസംഗത്തിന് ശേഷം ഞാൻ എന്ത് പറയാനാണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ എങ്കിലും പഠിച്ചിട്ടില്ല. ഇപ്പോ ഞാൻ ആക്ച്വലി ടൈറ്റിലിന്റെ മുന്നേ പ്രസംഗിക്കാനാണ് ഇരുന്നത്. അപ്പോ ടൈറ്റില് അതിഗംഭീരമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് ജിസാട്ടൻ ഈ ടൈറ്റിലേക്ക് ഫൈനലിൽ ലോഞ്ച് ചെയ്ത്. പല ടൈറ്റിലുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ടൈറ്റിലേക്ക് എത്തിക്കുമ്പോൾ ഓരോ ടൈറ്റിലും ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ടൈറ്റില് പോയിട്ടുണ്ടാവും, അടുത്തൊരു ടൈറ്റിൽ വന്ന് അത് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ലോഞ്ച് ഫിക്സ് ചെയ്തു. പക്ഷെ ലാസ്റ്റ് ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി, അത്രയും കോരിത്തരിച്ചു പോയി. കാരണം ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അത് മാത്രമല്ല ആ ടൈറ്റിലും അതിഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇന്നിപ്പോൾ ഈ ടൈറ്റിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ടൈറ്റിലിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ഭയങ്കര ത്രില്ലടിപ്പിച്ചു. താങ്ക് യു ഫോർ ഇറ്റ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. സോ ഞാൻ ഇത്രയും കാലമായിട്ട് ആകെ 3 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. 1983 നിന്ന് തുടങ്ങി ഇത്ര കാലത്തിനുള്ളിൽ ആകെ 3 സിനിമയെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ സിനിമകൾ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ എനിക്ക് അവസരം തന്ന ജിസ്ജോയോടും അതേപോലെ ആസിഫിനോടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. കാരണം ഇവരുടെ ഒരു കോംബോ ഫിലിം, അല്ലെങ്കിൽ ഈ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കൊമേഴ്ഷ്യൽ കോംബോസ് ആണ്. എല്ലാവരും ഇത്രയും മീഡിയം എല്ലാവരും കാത്തിരിക്കുന്ന ഇവരുടെ കോംബോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും പ്രതീക്ഷയുള്ള ഈ കോംബോയുടെ ഫിലിം എനിക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന് ശരിക്കും നിമിത്തമായത് സഞ്ജയേട്ടൻ തന്നെയാണ്. അപ്പൊ സഞ്ജയേട്ടനോട് എനിക്ക് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല. സഞ്ജയേട്ടൻ വഴിയാണ് എനിക്ക് ഈ സിനിമയിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ എനിക്ക് ചെയ്യാൻ തന്നതിന് ഞാൻ വീണ്ടും അവരോട് താങ്ക്സ് പറയുന്നത്. അതുപോലെ തന്നെ
ഇവിടെ വന്നിട്ടുള്ള എല്ലാ മീഡിയ പ്രവർത്തകരോടും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞങ്ങളുടെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്ത് ഞാൻ ജിസേട്ടനും ആസ്മ എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. വന്ന് എല്ലാവരും ഞങ്ങളുടെ ഈ പടം വളരെ വിജയമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ടും തുടർന്നും പടം റിലീസ് ചെയ്യുമ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you very, very much and all the very best. Congratulations കൂടി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. And very quickly let us move to the next segment. ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആത്മാവിനെ സ്പർശിച്ചിട്ടുള്ള ആളെ തന്നെയായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, സിനിമയിലെ മജീഷ്യൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ നിസ്സംശയം വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. 96 സിനിമയിൽ റാം ആൻഡ് ജാനു കോമ്പിനേഷനിൽ അവരുടെ ഒരു സൈലൻസ് നമ്മളെ ഹോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ മെയ്യഴകൻ സിനിമയിൽ ശ്രീ കമൽ ഹാസൻ സാർ പാടിയ യാരോ ഇവർ യാരോ പാട്ട് അത്രത്തോളം നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മജീഷ്യൻ എന്നല്ലാതെ വേറെ എന്താണ് നമ്മൾ വിശേഷിപ്പിക്കാം? അത്രത്തോളം ആഴത്തിൽ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പറ്റാത്ത മൊമെന്റ്സിനെ നമുക്ക് ഒരു ഡെഫിനിഷൻ തന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അങ്ങേ അറ്റത്ത് പോയി സ്പർശിച്ചിട്ടുള്ള the magician on violin in everything that he does. Ladies and gentlemen, we are now welcoming on stage the one and only Govind Vasanta. I think perfect ഒരു മൊമെന്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ടൈറ്റിൽ ലോഞ്ച് ചെയ്തപ്പോൾ ആ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ നമ്മൾ കേട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഇമ്പാക്ട് അത്രത്തോളം വലുതായിരുന്നു. And we are so excited to listen to your music coming through the film. How are you feeling? I feel nervous. ഭയങ്കര ഇൻട്രോക്കെ ഇന്ന് സംസാരിക്കാതെ നമുക്ക് രണ്ടുപേരും പാട്ട് പഠിപ്പിച്ചാലോ? ഞാൻ സംസാരിച്ചോളാം. ഒന്ന് ഞാൻ ആസിഫിന്റെ കഴിഞ്ഞ സർക്യൂട്ടിൽ ആണ് കഴിഞ്ഞ എൻ്റെ ആക്ച്വലി മലയാളം പടം. ആൻഡ് സർക്യൂട്ട് ഇസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിംസ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ. ഞാൻ അത്രയും മനസ്സറിഞ്ഞ് ചെയ്ത സിനിമയാണ്. ആസിഫിൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത പടം എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജിസേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് പറയാനില്ല. താങ്ക് യു സോ മച്ച്. പാട്ട് പാടാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടാണല്ലേ? താങ്ക് യു സോ മച്ച്. നല്ലൊരു കാര്യം തന്നെ കൊടുക്കാം. Let's give a big round of applause. He is actually the pride of Malayalam cinema. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള വർക്കാണ് റിപ്പീറ്റഡ്ലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. And now coming to welcoming the next star. If I can look down, ഒരു പക്ഷേ നമ്മുടെ ഒരു ഗ്യാതറിംഗ് ഏറ്റവും കൂടുതൽ ക്രേസി ആക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാറിനെയാണ് ഇനി വെൽക്കം ചെയ്യാനായിട്ട് പോകുന്നത്. And you might have already understood ആരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. It's none other than Shine Down Chaco. എവിടെ പോയോ? ഇൻവൈറ്റ് ചെയ്ത മൊമെന്റിൽ തന്നെ ഒരു ക്രേസിനെസ് കൊണ്ടുവന്നിരിക്കുകയാണല്ലോ, എല്ലാവരെയും ചിരിപ്പിച്ചിരിക്കുകയാണ്. ഷൈൻ ചേട്ടാ കേൾക്കുന്നുണ്ടെങ്കിൽ we are waiting for you here on the stage. ഇല്ല അല്ലേ? Okay. All right. നമ്മൾ വെയിറ്റ് ചെയ്യണോ? Shall we move ahead? ഇപ്പോൾ വരും. Okay, so moving on. It's time for me to welcome yet another star associated in the film. ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ്. Ladies and gentlemen, it's now time for me to welcome the wonderful actor Bobby Kurian. വിളിക്കുന്ന ആരും ഇവിടെ ഇല്ലല്ലോ. കോമ്പറ്റീഷൻ ആയിട്ട് രണ്ടുപേരും ഇവിടെ പോയിരിക്കുകയാണല്ലേ? Okay, if I can have a look around, കാണുന്നവരെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാം. Okay, I think ഏറ്റവും ലവ്ലി ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വിഷ്വലും അത് തന്നെയാണ്. ആ സിനിമയോട് കൂടി ചെറുതായിട്ട് തേപ്പുകാരി എന്നൊരു ടൈറ്റിൽ ലഭിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിലൂടെ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ച് പ്രോമിസിംഗ് ആക്ട്രസ് ഇൻ ദി ഫിലിം ഇൻഡസ്ട്രി എന്നൊരു ടൈറ്റിലേക്ക് വളർന്ന the wonderful actress. Ladies and gentlemen, put your hands together for Shruti Ramachandran. നല്ലൊരു കൈഡി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വളരെ മുന്നേ തന്നെ വന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണല്ലേ? യെസ്. So now I can see there your partner is already recording the video and that's going to be a very sweet moment for you to celebrate as well. അപ്പോൾ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു കോംബോ വീണ്ടും തിയേറ്ററിൽ കാണാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ if I could use that liberty, തേപ്പുകാരി എന്ന ടൈറ്റിൽ
മാറോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. How are you feeling about this combo being back together? But I think this movie is a lot more special. If you said people that in the title, Adu Matia, one of the people was, I think, Shamsu. With Kane, Shamsuddin and Manu. There's one more person, Ahmed, who's in the audience with Madhuram. So our under cinema, I think they were in the title Matia. So I think this film is a lot more special because of that. And here, it's my second outing with Giselle and Nasir. And my third with Shamsu, with Kane, Eyes and Bottom Bell. I'm very excited and yeah, I'm looking forward to it. I think നമ്മളാണ് കൂടുതൽ എക്സൈറ്റഡ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആസിഫ് അലി ശ്രുതി ആ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് അന്ന സിനിമയിൽ കോംബോ സീൻസ് അധികം ഇല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്തതാണ് ഇതിന്റെ ഒരു കെമിസ്ട്രി, ദ വേ യു ഹാവ് ബീൻ ടുഗദർ ഇൻ ദാറ്റ് ഫിലിം. ആൻഡ് നൗ ലെറ്റ് us eagerly look forward to the release of the film. Hearty congratulations. Thank you. Yes. Can we have a big round of applause once again, everybody, to the very lovely, the wonderful actor, Shruti Ramachandran. Okay, so now, നമ്മൾ നേരത്തെ ചിരിപ്പിച്ച സ്റ്റാർ ഇവിടെ എത്തിയിട്ടുണ്ട്. The way I introduced him was ഈ ഒരു ഗ്യാതറിംഗിൽ കൂടുതൽ ക്രേസിനെസ് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തി എന്നാണ്. അത് ഓൾറെഡി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. And now to bring in more crazy elements to our celebration, ladies and gentlemen, are you ready to welcome Shantom Chakko? നല്ലൊരു കൈ നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് 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 ഹാജി, വെൽക്കം. താങ്ക് യു സോ മച്ച്. എന്താണ് ഷൈൻടോം ചേട്ടൻ ഇപ്പോൾ നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്? ടൈറ്റിൽ അസാധ്യമായിട്ട് നമ്മളങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ? തിരുവനന്തപുരം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ് എന്നൊക്കെ കേട്ടു, കോട്ടയം ബെൽറ്റ് അല്ലേ? ഇപ്പൊ ബെൽറ്റ് ഇടാത്തതാണ് ഫാഷൻ. ഇവിടെ ബെൽറ്റ് ഉള്ളതുകൊണ്ടാണോ ബെൽറ്റ് ഇടാതെ? അല്ലതാ, ഞാൻ ഇപ്പോഴാണ് ടൈറ്റില് അറിയുന്നത് അല്ലേ? നല്ല ലോഞ്ച് ചെയ്തിട്ടു, മുന്നറിയില്ല. എന്ത് പറയണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ സിനിമയെ കുറിച്ച് സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുന്നുള്ളൂ. അസവിന്റെ കൂടെ ഞാൻ ആദ്യം ചെയ്യുന്ന പടം ട്രാഫിക്, അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, രാജ് പിള്ളയുടെ കൂടെ. ആ വണ്ടിയിലുള്ള രംഗങ്ങളും പരിപാടികളും ഒക്കെ. പിന്നെ അഭിനയിക്കുന്നത് പകിട. അതിനുശേഷം അല്ലേ അടികൂസ്, അമിഗൂസ്, അടിയോട് അടി ഉണ്ടുണ്ടായി. ഇത് മൂന്നാമത്തെ ചിത്രം അല്ലേ? പകിട കണ്ടിരുന്നു, പകിട കണ്ടിട്ടുണ്ടോ? അടികൂസ്, അമിഗൂസ്. യൂഷ്വലി ഞാനാണ് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്. ഇതിപ്പോ തിരിച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ചോദിക്കില്ലല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലേ? അതുകൊണ്ടല്ല, യൂഷ്വലി നമ്മള് തർക്കത്തിനും പറഞ്ഞിട്ടാണ് ശീലം. എന്നാ മേ ബി ഒരു ചാൻസ് ഇല്ല, വേറെ ആർക്കെങ്കിലും തരട്ടെ? ജസ്റ്റ് എന്നെ തരട്ടെ? ഇല്ല, ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുന്നില്ല. ഡോക്ടർ റോണിക്ക് വേണമെങ്കിൽ എടുക്കാം. റോണിയാണ് നമ്മൾ സ്ഥിരമായി ചികിത്സിക്കുന്ന ഡോക്ടർ ആയതുകൊണ്ട് പറയില്ല. മുണ്ടാണ് സെറ്റിൽ വെച്ചിട്ട് തിരിച്ച് നമുക്കൊരു കുളി കൊടുത്തു വയ്ക്കരുത്, വായിലിട്ടു. ഇതൊന്നും ചോദിക്കാതെ പറയാതെ അല്ല, കുളിക്കല്ലേ ആ സീൻ ഓർമ്മയില്ലേ? ഡോക്ടറാണെന്നില്ല കിട്ടണമെങ്കിൽ ഗുളിക കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഓർമ്മയുണ്ടോ ആ സീൻ? അത് നമുക്ക് ഡോക്ടറല്ലാണ്ട വക്കീലാണ്. വക്കീലിനോടും ഡോക്ടറോടും എന്താ പറയരുത്? സത്യം പറയുന്നു. സത്യം പറയുമ്പോഴോ എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കുറച്ചിരിക്കുകയാണ്. ഇനിയെല്ലാം സ്വയമേ അങ്ങ് ഏറ്റെടുത്തുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് ഷൈൻടോം ചേട്ടനോട് എന്താണ് ചോദിക്കാറുള്ളത്? പേടിപ്പിക്കാനല്ലേ? അസോസിയേഷൻ ആയല്ലോ എന്നുള്ള കാര്യം അറിയായിരുന്നു? അറിയില്ലായിരുന്നു. അങ്ങോട്ട് നോക്കൂ, നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടത്. ഞാൻ അവിടെ സ്റ്റേജിൽ താഴെ ഇരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങളുടെ കുട്ടിയുടെ ഡാഡിയുടെ ഡോക്ടറും മെഡിക്കൽ ഡോക്ടറാണ്. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, പക്ഷെ ഇപ്പൊ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, സ്വിച്ച് ചെയ്തിട്ട് ഇപ്പൊ MBBSലേക്ക് കയറിയിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതിനിടയ്ക്ക് അലോപ്പതിയിലോട്ട് മാറി. അലോപ്പതി അലോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോമിയോപ്പതി ഇംഗ്ലീഷ് മരുന്ന് തന്നെ. അതെന്താ അങ്ങനെ? അതിനാണ് ഡിമാൻഡ് കൂടുതലല്ലേ? എനിക്കിഷ്ടമാണെങ്കിൽ പഠിച്ചോട്ടെ. ഓക്കെ ഓക്കെ സീനിയർ ഡോക്ടറാണേ. പുള്ളി ഓർത്തു അല്ലേ? BBSc ഗ്രാജുവേറ്റ്. MBBS അല്ലേ? അല്ലടാ, ഓർത്തെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലേ? ഏതാ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള രണ്ടുപേരും? ചെറുതായിട്ട് ടോപ്പിക്കിൽ നിന്ന് വഴി മാറി പോകുന്നുണ്ടോ ഒരു സംശയം. അല്ല, നമ്മള് ഈ കഥ കോട്ടയം ബെൽറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതാണ് പറഞ്ഞത്. തിരുവനന്തപുരം പറ്റിന് ശേഷം കൊച്ചി പറ്റിന് ശേഷം കോട്ടയം. നമുക്ക് കഥ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെന്താ പറയാ? ഈ പടം കമ്മിറ്റിയിലുണ്ടായ ഒരു കാരണം പറയും. കാരണം പടം ചെയ്യാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് മുന്നേ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മള് എവിടെയൊന്നും ഓർമ്മയുണ്ടോ? പടയുടെ ലൊക്കേഷനിൽ വന്നിരുന്നു. അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ നമ്മള് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മുടെ ഇവര് 3 പേരും കൂടി പരസ്യങ്ങൾ ഒളിച്ച് ചെയ്യണ സമയം ഉണ്ടായിരുന്നു. ഈ പരസ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പരസ്യം. അത് കഴിഞ്ഞ് പടം ചെയ്യാൻ തുടങ്ങി. മെന്റലിസ്റ്റും കൂടിയാണ് അല്ലേ? മെന്റലിസ്റ്റിന്റെ പരിപാടിക്ക് നമ്മൾ പോവാറില്ല. കാരണം മെന്റലിസ്റ്റ് സീക്രട്സ് ആണല്ലോ പറയുന്നത് അല്ലേ? നമ്മളെ വലിയൊരു സീക്രട്ട് ഉണ്ടായിട്ടായിരിക്കും അറിയാം. അതുകൊണ്ടാ അതൊരു വലിയ കാര്യമില്ല. ഇതിനെ പറ്റി കുറെ സീക്രട്സ് ഉണ്ടാവല്ലോ. ഞാൻ പറയണോ വേണ്ട അല്ലേ? ഞാൻ സിംഗിളാണ്, എനിക്ക് പറയാം. അതുകൊണ്ടാ പറയാം സീക്രട്സ് ഒന്നുമില്ല. എന്തെങ്കിലും സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് സ്കോഡിന്റെ ഇല്ലേ? കുറച്ചധികം ഞാൻ ഗസ്റ്റ് ആയിരുന്നു. എന്തെങ്കിലും പറയുന്നുണ്ടോ? ഷംസു ഒരു ഇതിൽ ഒപ്പിച്ച എനിക്ക് നോക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായ സഭാക്കുന്നു എന്താ ഇല്ല എന്നാ നമുക്ക് അരങ്ങൊഴിഞ്ഞാലും. താങ്ക് യു. എല്ലാവരും പടം കാണണം അല്ലേ? ഓർമ്മിപ്പിക്കാതെ. താങ്ക് യു. Thank you so much. I think crazy moments എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ഇത്രത്തോളം അന്വർത്ഥമാകുമെന്ന് ഞാൻ കരുതിയില്ല. അതിന് കംപ്ലീറ്റ്. So now ladies and gentlemen, നേരത്തെ ഷൈൻ ടോം ചേട്ടനോടൊപ്പം തന്നെ വെൽക്കം ചെയ്ത നമ്മുടെ നെക്സ്റ്റ് ആക്ടർ ബോബി കുര്യൻ സർ ഇപ്പോ ഇവിടെ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. Yes, there he is. നല്ലൊരു കൈഡി നൽകി തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആക്ടറാണ്. We have also been fascinated by his acting skills. സുമതി വളവ് പണി സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള മുഖമാണ്. അപ്പോൾ പുതിയ സിനിമ വിശേഷമാണ് ഇനിയിപ്പോൾ നമ്മളോട് പറയാനുള്ളത് അല്ലേ? ക്ഷമിക്കണം, എൻ്റെ സൗണ്ട് പോയിരിക്കണേ. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ 2-3 പ്രോജക്റ്റ് തീർത്തിട്ട് ഞാൻ UK-യിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി ടിക്കറ്റും ബുക്ക് ചെയ്ത് പറയും ഇരിക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പാണ് എനിക്ക് ജിസിൻ്റെ കോൾ വരുന്നത്. ഓജിറ നമ്മളിങ്ങനെ ഒരു സിനിമ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു എന്നത്തേക്കാണ് തുടങ്ങുന്നത്? നമ്മൾ ഉടനെ തന്നെ തുടങ്ങാൻ പോകാറ്. ഞാൻ പറഞ്ഞു UK-ക്ക് ഒന്ന് പോയിട്ട് വന്നാലോ? ഇല്ല, സമയമില്ല. ഞാനൊന്നും ചോദിച്ചില്ല ഇന്നുവരെ. ഈ സിനിമയോ സിനിമയുടെ കഥാപാത്രത്തിനെ കുറിച്ചോ ഒന്നും ഞാൻ ചോദിച്ചില്ല. കാരണം വിളിച്ചിരിക്കുന്ന ജിസ്സാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, ആരൊക്കെയാണ് അഭിനയിക്കുന്നത്? ആസിഫ് അലി എന്ന് പറഞ്ഞു. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞങ്ങൾ UK-യിൽ ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആസിഫ്. അതുപോലെ തന്നെ ജിസ് അടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും നല്ലൊരു ക്യാരക്ടർ, വളരെ സ്വീറ്റ് ആയിട്ടൊരു പേഴ്സണാലിറ്റി. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന, കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുകൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം
ഇതിൻ്റെ ടൈറ്റിൽ ഇപ്പോഴാണ് ഞാൻ കാണുന്ന ഒരു ഗംഭീര ടൈറ്റിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കോട്ടയം ബെൽറ്റ്. ഞാൻ ആസിഫിൻ്റെ കൂടെ എനിക്കിങ്ങനെ ഒരു വേഷം ഓഫർ ചെയ്ത ജിസിനോടും ഇതിൻ്റെ തിരക്കഥാകൃത്തിനോടും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നാളെ ഞങ്ങൾ തുടങ്ങുകയാണ്. എല്ലാവരും അനുഗ്രഹമാണ്. താങ്ക് യു സോ മച്ച്. Thank you so much, sir, and all the very best. Hearty congratulations as well. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. ആൻഡ് നൗ ഡെഫിനറ്റ്ലി ഇന്ന് നമ്മൾ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വാവ് മൊമെന്റ് നൽകിയൊരു കാര്യമാണ് പത്മരാജൻ സാറിന്റെ മകന്റെ സാന്നിധ്യം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഓൾസോ നമ്മുടെ പ്രൊഡ്യൂസർ സ്റ്റേജിലേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്, ബട്ട് സ്റ്റിൽ സ്റ്റേജിലേക്ക് ഒന്ന് വന്ന പ്രസൻസ് മാറുകയാണെങ്കിൽ വിൽ ബി വെരി ഹാപ്പി സർ. നല്ലൊരു കാര്യം നൽകിയ തന്നെ ശ്രീ ആനന്ദ പത്മനാഭൻ സാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And I have no words to describe the legacy that Sri Padmarajan sir have given for the Malayalam cinema. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകന്റെ സാന്നിധ്യം നമുക്ക് അത്രത്തോളം മീനിങ് ആയിട്ടുള്ളൊരു മൊമെന്റ് തന്നെയാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ എനിക്കൊരു ഫോൺ തന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും പിന്നെ എൻ്റെ ബാല്യകാല സുഹൃത്ത് സഞ്ജയ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എനിക്കത് ആരാണ് അഭിനയിക്കുന്നതെന്ന് പോലും പ്രിയപ്പെട്ട ആസിഫാണെന്ന് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാൻ ഒന്നാമത് ഈ സിനിമാ വേദികളിൽ നിന്നും അങ്ങനെ വരുന്ന ഒരാളല്ല. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് പറഞ്ഞ നീ ഒരിക്കലും സിനിമ ഉപജീവനമാക്കരുത് എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ എല്ലാവരുമായിട്ട് സൗഹൃദമുണ്ട്. സാറൊക്കെ ഇത്ര കാര്യമായിട്ട് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ അതിശയമായി പോയി. ഇതിപ്പം ഇവിടെ വന്നില്ലായിരുന്നെങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ജിസുമായിട്ട് സ്ഥിരം നിരന്തരം സമ്പർക്കമുള്ള ആളാണ്. നിരന്തരം ഫോൺ വിളിക്കുകയും അദ്ദേഹം എപ്പോഴും അച്ഛനോടുള്ള ഇഷ്ടം പറയുന്ന ആളാണ്. സഞ്ജയ് പിന്നെ സ്കൂഡാസുമായി 5 വയസ്സ് 6 വയസ്സ് തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയും ഇത് വിജയിക്കണം എന്നുള്ള പ്രാർത്ഥന എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഞാൻ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനകളിൽ ഇതിൻ്റെ വിജയം ഞാൻ ആശംസിക്കുന്നു. Thank you so much, sir. Venu sirന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. It's an absolute privilege to have your presence here with us today. അതൊരു പ്രിവിലേജ് തന്നെയാണ്, അതൊരു ഭാഗ്യം തന്നെയാണ്. ഒരുപാട് സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ് for your valuable presence here with us today. And moving on, നമുക്കൊരു മറ്റൊരു വിശിഷ്ട വ്യക്തി കൂടി ഉണ്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. ജിസർ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ് ചിദംബരം എന്ന ഡയറക്ടർ. അത് 3 സിനിമയാണെങ്കിലും നമ്മൾ അങ്ങേയറ്റം ആഘോഷിച്ച നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നിറച്ച സിനിമകൾ തന്നെയാണ്. Starting from Janeman, Multiple Boys, and very recently to Balan, all classic epic films. And now Sri Chidambaram is here with us, ladies and gentlemen. Thank you so much for coming over. And എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത് സർ? പറയേണ്ടത് എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജിസേടാ ഫോർ ദ ഇൻവൈറ്റ്. വിളിച്ചതിനേക്കാൾ വരും. എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ്റെ സിനിമയാണ്, സ്വന്തം ഫാമിലിയുടെ സിനിമയാണ്. സോ ആസിക വാസ് ഓൾവേസ് എ സപ്പോർട്ട്. ജിസേട്ടൻ വെരി ഹാപ്പി ഫോർ ദ ക്രൂ ആൻഡ് എക്സൈറ്റഡ് ഫോർ ദ ഫിലിം. ജിസേട്ടാ ടൈറ്റിൽ പൊളിച്ചു, ഒരു രക്ഷയില്ല. ഗ്രേറ്റ്. സോ വെരി എക്സൈറ്റഡ്. താങ്ക് യു സോ മച്ച്. എക്സൈറ്റ്മെന്റ് അത് തന്നെയാണ് ചിദംബരം സർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ഫീലിംഗും അത് തന്നെയായിരിക്കും. എക്സൈറ്റ്മെന്റ് ആൻഡ് ക്യൂരിയോസിറ്റി ടു വാച്ച് കോട്ടയം ബെൽറ്റ് ഓൺ ദ സ്ക്രീൻ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വിഷസ് വൺസ് അഗൈൻ. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അവിടെ ഫ്രണ്ട് റോള് സാന്നിധ്യം രേഖപ്പെടുത്തി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി തന്നെ പ്രസൻസ് മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു താരത്തിനെ തന്നെയാണത്. മഹേഷിന്റെ പ്രതികാരത്തിലെ ക്യാരക്ടർ പറയണോ അതോ അപ്പൻ സിനിമയിലെ ക്യാരക്ടർ പറയണോ തൊട്ടിമെന്നുള്ള ക്യാരക്ടർ എടുത്ത് സൂചിപ്പിച്ച് പറയണോ? ഐ ഹാവ് നോ ക്ലൂ, ബിക്കോസ് എല്ലാം അത്രത്തോളം മാജിക്കൽ ആയിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുള്ളത്. നല്ലൊരു കാര്യം നൽകി തന്നെ വേദിയിലേക്ക് ശ്രീ അലൻസിയ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ അലൻസിയ സാർ ക്യാരക്ടർ റോൾസ് അതിഗംഭീരമായി തന്നെ ഓരോ സിനിമയിലും നമുക്ക് സമ്മാനിച്ച വണ്ടർഫുൾ ആക്ടറാണ്. ഹാജി വെൽക്കം സർ. യെസ്, എന്താണ് ഇപ്പോൾ സാറിന് നമ്മളോട് പറയാനുള്ളത് സിനിമയെ കുറിച്ച്? ഞാൻ എൻ്റെ കുടുംബത്തിലെത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നിങ്ങൾക്ക് അന്യരായിരിക്കാം, പക്ഷെ എനിക്ക് അന്യരല്ല. അത് ചിദംബരമായാലും അപ്പുറത്തിരിക്കുന്ന സഞ്ജയ് ആയാലും ജിസ്റ്റോയി ആയാലും ഷൈൻ ടോക്കായാലും
അവൻ കൈപൊക്കി കാണിച്ചിട്ടാണ് പറഞ്ഞത്, എൻ്റെ വഴിയിലൂടെ പറയണം. ഞാൻ ആ കുടുംബാംഗമാണ്, അതിൽ അഭിമാനം കൊള്ളുന്നതാണ്. നമ്മുടെ ഒരു കമ്മ്യൂൺ എന്ന് പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതല്ല. എവിടെയൊക്കെ മനുഷ്യരുടെ ബന്ധങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ ലൊക്കേഷനും ഓരോ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ. എനിക്ക് ജിസിന്റെ സൺഡേ ഹോളിഡേയ്സ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആസിഫായിട്ട് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ആസിഫിന്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അടുത്ത പടം കുഞ്ചാക്കോ ബോബനാണ് നായകൻ. അവിടെ ഞാൻ അച്ഛനാണ്. 2 ലൊക്കേഷനും ഒരു വീട, 2 സിനിമ എത്രയോ കാലങ്ങൾക്ക് ശേഷം ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്താണ് ഈ വീടുമായിട്ട് എനിക്കുള്ള ബന്ധം? ഈ മനുഷ്യനുമായിട്ടുള്ള ജിസ് എന്ന് പറയുന്ന ഈ സംവിധായകനുമായിട്ടും ഈ നടന്മാരുമായിട്ടും എനിക്ക് എന്താണ് റിലേഷൻ? അതൊന്നും നമുക്കങ്ങനെ ഒരു ഗ്രാമർ വെച്ച് പറയാൻ പറ്റുന്ന ഹാപ്പനിങ് സംഭവിച്ചു. എൻ്റെ മകനായിട്ട് ആസിഫ് അഭിനയിച്ചു. എനിക്ക് പറക്കാതെ പോയ മകനായിട്ട് അങ്ങനെ ഒരുപാട് മക്കളുണ്ടാകാനുള്ള കഥാപാത്രങ്ങൾ തന്ന തിരക്കഥാകൃത്തുക്കളുണ്ടായി. അത് തന്നെയാണ് ഒരു നടനുള്ള ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന ഭാഗ്യം. പിറക്കാതെ പോകുന്ന മക്കളെ തരുന്നതാണ് തിരക്കഥാകൃത്തുക്കളും സംവിധായകരും. പക്ഷെ അവരാരും നമ്മൾ വിട്ടുപോകുന്നില്ല. ആസിഫ്, ഞാൻ അവസാനം അഭിനയിച്ച സിനിമ രാജീരവിയുടെ അവസാനോടെന്ന് അറിഞ്ഞൂടാ, പുള്ളി എന്നെ നിർത്തുമെന്ന് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങള് രാജസ്ഥാനില് ഷൂട്ട് നടക്കുക. ആസിഫിനെ ഞാൻ പറ്റിച്ചു. കുറ്റവും ശിക്ഷയും എന്താ നിങ്ങൾക്ക് മാത്രമാണോ കുറ്റമുള്ളത്? ശിക്ഷ വിധിക്കാനും എനിക്കറിയാം. ഉണ്ടായിരുന്നോളം കിട്ടി. അപ്പോ ഈ മനുഷ്യര് ജയ്പൂരിൽ നിന്ന് യാത്ര ചെയ്ത് പോവുകയാണ്. ഞാൻ അതിനു മുമ്പ് ദയ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ജയ്സാൽമർ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെയും ഭാരതത്തിന്റെയും അതിർത്തിയിൽ നിന്ന് അഭിനയിച്ചു തുടങ്ങിയവനാണ് ഞാൻ. ഞാനൊരു പട്ടാള വേഷം കെട്ടിയിട്ടില്ല, ഞാൻ പോലീസ് വേഷം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇവര് പോലീസ് വേഷം കെട്ടാൻ വന്നവരാ ആസിഫും സംഘവും. ഇവരെ ഞാൻ ഒരുപാട് ജയ്പൂർ ഭാഗം കഴിഞ്ഞിട്ട് ഒരു മണ്ണാരണ്യത്തിൽ കൂടി പിന്നെ കൊണ്ട് യാത്ര ചെയ്യാം. എന്നിട്ട് ഞാൻ എൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കറിയാവുന്ന എൻ്റെ ഭാവനയിൽ തോന്നിയ കുറെ കഥകൾ ആസിഫ് വിശ്വസിച്ചു, കൂടെ വന്ന സുഹൃത്തുക്കളൊക്കെ വിശ്വസിച്ചു. അപ്പോഴാണ് രാജീവിന്റെ കോള് വരുന്നത്, കോവിഡ് പറയുകയാണ്, തിരിച്ചു പറയുന്നത്. അതെനിങ്ങനെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങളെ കൊണ്ട് സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ കഥ പറയാൻ എനിക്ക് നല്ല മിടുക്കുണ്ട്, പക്ഷെ എനിക്ക് സംവിധാനം ചെയ്യാനുള്ള മിടുക്കില്ല. അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ജിസ് മോൻ ജോയ് എന്ന് പറയുന്ന സംവിധായകൻ എന്നെ അഭിനയിക്കാൻ വിളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിസ് മോൻ ജോയ് തൊട്ടടുത്തിരിക്കുന്നത് എൻ്റെ മകനെ തേച്ചുകൊണ്ട് പോയ നായികയാണ്. സന്തോഷം, എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റിയതിലും ഇങ്ങനെ തേക്കാൻ പറ്റുന്നതിലും. ഞാൻ ഇന്ന് ഈ വേഷം കിട്ടുന്നത്, ഞാനൊരു ജുബ്ബ ഉണ്ടാവുന്നത്, പക്ഷെ എനിക്ക് തോന്നി എന്നെ കളവനാക്കി കളയാൻ വേണ്ടി, കടപ്പിരോഗിയാക്കി കളയാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ടീഷർട്ട് വരാം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിയിട്ട് ടീഷർട്ടാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയാറ്, ഈ ടീഷർട്ട് ഞാൻ അവിടെ 1 പൈസ പോയി തിരിച്ചു. താങ്ക് യു സോ മച്ച്. ഈശ്വരയ്ക്ക് എല്ലാവരുടെ പ്രാർത്ഥനയും ആശംസകളും. Thank you so much, sir, for your words. And now, moving on, സിനിമയിൽ പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് താരങ്ങൾ ഇനിയുമുണ്ട്. എത്രയും വേഗം തന്നെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
As we all know, പെർഫോം ചെയ്ത ഓരോ സിനിമകളിലും നമ്മൾ കൈയടിച്ചിട്ടുള്ള ആക്ടറാണ് മിസ്റ്റർ വിഷ്ണു അഗസ്ത്യ. ആദ്യ സിനിമയിൽ നമുക്ക് ഒരുപാട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അതിനിടയിൽ നമുക്ക് പാവം തോന്നിയ കഥാപാത്രമാണ് നമുക്ക് സമ്മാനിച്ചത്. വിഷ്ണു അഗസ്ത്യ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓൾസോ വിഷ്ണുവിനെ തൊട്ടടുത്തിരിക്കുന്ന yet another wonderful actor of Malayalam film industry, Jinnu Joseph sirne വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. And also let me avail this opportunity to welcome the wonderful actor, director and filmmaker none other than Sri Srikanth Murali sir. സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Now we will be listening to the wishes, the words coming from these refined actors in the Malayalam film industry. നിങ്ങൾക്ക് സെന്ററിലേക്ക് നിൽക്കാം അല്ലേ? യെസ്. ശ്രീകാന്ത് സാറിന്റെ സാന്നിധ്യം കൂടെ സ്റ്റേജിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ. And now ആരാദ്യം സംസാരിച്ചു തുടങ്ങും? Who will be talking first? Okay. വലിയ സന്തോഷം. എല്ലാവരും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആസിഫിൻ്റെ കൂടെ 7ാമത്തെ സിനിമ, ജിസിൻ്റെ കൂടെ 5ാമത്തെ സിനിമ. പക്ഷേ ജിസുമായിട്ട് ഒരു 20-21 വർഷമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്. ഓരോ സിനിമയും ചലഞ്ചാണ്. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഫീൽ ഗുഡിൻ്റെ ആള് മാറ്റിപ്പിടിക്കുമ്പോൾ ഉത്തരവാദിത്വം കൂടുന്നു. ഇനി സിനിമ സംസാരിക്കട്ടെ. സന്തോഷം. Good evening, everybody. Extremely happy to be part of this project. Thank you, Just Joy sir and everybody involved. Aishwati, how's it going? Dr. Rani, everybody, Aswin, congratulations. Thank you for inviting me to be part of this movie. Handing over. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എനിക്ക് തോന്നുന്നു ആസിഫിൻ്റെയും ജെസ്സിൻ്റെ രണ്ടുപേരുടെയും സിനിമകളിൽ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ഈ സിനിമ പ്രൊമോഷൻ സ്പേസുകളിൽ. അപ്പോൾ അവർ ഒന്നിക്കുന്ന മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം. താങ്ക് യു മാം. താങ്ക് യു ജിസ്. താങ്ക് യു. The pleasure is all ours. I must correct that and say all the very best. Congratulations. And let me now very quickly welcome yet another special person for everybody here inside the hall. Sister sir, welcome special ഏറ്റവും അവസാനം ഏറ്റവും അധികം സന്തോഷത്തോടു കൂടി തന്നെ മെൻഷൻ ചെയ്തൊരു പേരാണ് ഡോക്ടർ സജീവ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇനി നമ്മൾ കേൾക്കുവാനായി പോകുന്നത്. നല്ലൊരു കൈ നൽകി തന്നെ ഡോക്ടർ സജീവ് സാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. റൈസ് അപ്പ് എന്നൊരു ടൈറ്റിലോട് കൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ പേര് നമ്മൾ കൂടുതൽ ഓർത്തിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് സർ ഫോർ കമ്മിങ് ഓവർ. ആൻഡ് ഞാൻ ചിലപ്പോൾ ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കും എങ്കിൽ പോലും ഇത്ര ഒരു വേദിയിലേക്ക് ക്ഷണിച്ച ജിസ് അതേപോലെ ഷംസു എല്ലാവരെയും ഞാൻ താങ്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോജക്റ്റ് ഒരു വലിയ വിജയമാവട്ടെ. ജിസ് ജോയ് എനിക്ക് വളരെ ക്ലോസ് ആണ്, ഷംസുദ്ദീൻ വളരെ ക്ലോസ് ആണ്, വേണു വളരെ ക്ലോസ് ആണ്. സോ വി ആർ ഓൾ ഗുഡ് ഫ്രണ്ട്സ്. സോ വിഷ് ദി എൻ്റയർ ക്രൂ ഫാന്റാസ്റ്റിക് മൂവി. എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു മൂവിയാണ്. താങ്ക് യു സോ മച്ച്. Thank you so much sir for coming here and marking your valuable words. And now moving to yet another wonderful and talented actress that we have received in recent times in Malayalam film industry. മറ്റാരുമല്ല, ബാലൻ സിനിമ കണ്ട് നമ്മളെല്ലാവരും ഞെട്ടിയിട്ടുണ്ടെങ്കിൽ, കോരി ധരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ ആ സിനിമയുടെ ഒരു സ്ട്രോങ് എലമെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ undoubtedly that will be the mysterious mother. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രം അസാധ്യമായി പെർഫോം ചെയ്ത താരം none other than ഫർസാന പാലത്തിങ്കൽ എന്ന നമ്മളോടൊപ്പം എത്തിയിരിക്കുകയാണ്. നിറഞ്ഞ കൈഡി നൽകി ഏറ്റവും സ്നേഹത്തോടെ ആവശ്യത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജിസറി പറഞ്ഞിരുന്ന ഒരു ലുക്ക് മാറി വേറൊരു ലുക്ക്, ദ റിയൽ ലുക്ക് കാണാനായിട്ട് നമുക്ക് ഇന്നൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. And I just have one question. അത്രത്തോളം അപ്രിസിയേഷൻസ് ആയിരിക്കും ലഭിക്കുന്നത് അല്ലേ? ആ സിനിമയിലെ സൈലൻസ് ആണെങ്കിലും ഏത് എക്സ്പ്രഷൻ ആണെങ്കിലും യു ഹാവ് ഡെലിവർഡ് ഇറ്റ് സോ വെൽ. സോ മെച്ചുവർഡ് ആക്ടർ ഒരു വൈബ് തന്നെയാണ് നമുക്ക് എല്ലാ സീനിലും കിട്ടുന്നത്. ആൻഡ് യു ആർ വൺ ഓഫ് ദ സ്ട്രോങ് പോയിന്റ്സ് ഓഫ് ദ ഫിലിം. സോ ഹൗ ഈസ് യുവർ ലൈഫ് നൗ ആഫ്റ്റർ ബാലൻ? Thank you so much. Life hasn't changed as much. Everything is just the same, except for the fact that I'm invited to events like these. I'm very happy to be here. Thank you, sir, for having me here. It's a very special moment, and I'm happy to share it with team Kottayam Belt. All the very best to the entire team, to the producers, to the cast and crew, Asif Ali, Just Joy,
the rest of the cast and crew, happy journey, and I think I'll see you all at the cinemas. All the best. We also wish to see you soon in cinemas, and let your journey be also be very lovely, very wonderful. Thank you so much. നമ്മുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയതിന് ഒരിക്കൽ കൂടി ഫർസാനയ്ക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. സോ ബാലൻ സിനിമയിലേക്ക് തന്നെയാണ് ഇനിയും നമ്മൾ പോകുന്നത്. We have yet another wonderful actress. ഒരു കോൺസ്റ്റബിൾ എന്നൊരു ക്യാരക്ടർ എത്രത്തോളം നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഹർ പ്യുവർ ടാലന്റ്. പക്ഷേ ആ താരത്തെ ഞാനല്ല സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് ജിസ് ജോയ് സാറിനെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. He has got something special to say, I think, the moment. ഒന്നുമില്ല, ഈ സിനിമയിൽ വളരെ നിർണായകമായ ഒരു ക്യാരക്ടറാണ് ചെയ്ത ചിതു. അപ്പോൾ ഞാനിങ്ങനെ ഗഡുവിനോട് ചോദിക്കുകയായിരുന്നു, ഗഡു ഒത്തിരി പേര് ഓഡീഷൻ ചെയ്തല്ലോ ബാലിന് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെർഫോമൻസ് ആവശ്യമുണ്ട്, അപ്പോൾ അതിനെ പറ്റി ആരെങ്കിലും സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഗഡു പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഈ ക്യാരക്ടറിനെ പറ്റി ആരെയും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഒരാളെ അയച്ചു തരാം, ചേട്ടാ പടം കണ്ടല്ലേ, അതിലെ പോലീസ് ക്യാരക്ടർ ചെയ്ത സാൻഡ്രയെ ഒന്ന് പരീക്ഷിച്ചു നോക്കും. സാൻഡ്രയെ വിളിച്ചു, സാൻഡ്ര ഓഡീഷന് വന്നു. ഓഡീഷൻ കണ്ട് ഞങ്ങൾ എല്ലാവരും ഞെട്ടി. അത്രയും മനോഹരമായിട്ട് പെട്ടെന്ന് ഡയലോഗ്സ് ബൈഹാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് സ്നേഹത്തോടു കൂടി ബാലൻ എന്ന വലിയ ഹിറ്റിന് ശേഷം സാൻഡ്രയെ ഞങ്ങളുടെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യണം. സാൻഡ്രയ്ക്ക് സ്റ്റേജിലേക്ക് വരാം കേട്ടോ. നിരഞ്ജ കൈഡ് നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാന്ദ്ര ചന്ദ്രൻ. ഒരുപക്ഷെ നമ്മൾ കൂടുതൽ അറിയുന്നത് കോൺസ്റ്റബിൾ സിസ്ലി ആയിട്ടായിരിക്കും. ഹാർട്ടി വെൽക്കം. I know you'll be very excited and we are curious to get to know what you have to tell us right at this moment. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുൾ ആണ്. ആസിഫിക്ക, ജോയ് സർ, ഈ കോമ്പോയെ പറ്റി ഞാൻ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. പിന്നെ ടൈറ്റിലിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ആ മ്യൂസിക് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഭയങ്കര എല്ലാവരും പറഞ്ഞ പോലെ ഞാനും ഭയങ്കര നെർവസ് ആണ്. നാളെ ഷൂട്ട് തുടങ്ങാണ്. സോ എല്ലാവരുടെ ബ്ലെസ്സിങ്സ് വേണം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മളുടെ ജേർണി ഏറ്റവും സക്സസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ഈ ഒരു സെലിബ്രേഷൻ്റെ ഒരു ഗെറ്റ് ടുഗെദറിന്റെ അവസാനത്തെ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നൗ അപ്പ് നെക്സ്റ്റ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു താരത്തെ തന്നെയാണ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ഒരു പെർഫെക്ഷൻ മാർക്ക് ചെയ്തത് ജസ്റ്റ് ജോയ് സർ സ്റ്റേജിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസൻസോട് കൂടി തന്നെ ഒരു വ്യക്തിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. I am his fan and everybody here in Sangaon will be his fan. Mentalist എന്ന് പറയുന്നതിലുപരി ഒരു വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ് എന്ന ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ആദി. വണ്ടർഫുൾ പെർഫോമർ, ഒരുപക്ഷേ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് കോച്ചാണ്. ഓരോ ഷോയിലും മെന്റലിസം കാണിക്കുന്നതിനോട് കൂടെ തന്നെ ലൈഫിനെ കുറിച്ചുള്ള ഇൻസൈറ്റ്സ് പറഞ്ഞ് നമ്മളെ കൂടുതൽ മനോഹരമായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കോച്ച് തന്നെയാണ്. രണ്ടുപേരും പാർട്ട്ണർ ഇൻ ക്രൈം, രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. കോട്ടയം ടെൻസ് ഓൾറെഡി ഫീൽ ഗുഡ് സിനിമ അല്ലാന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഒരു ത്രില്ലർ സ്വഭാവമാണെന്ന് നമ്മളൊക്കെ ഊഹിക്കാണ്. സിനിമയുടെ കഥ അറിഞ്ഞിരുന്നോ? മെന്റലിസ്റ്റ് ആയതുകൊണ്ട് ഇനി അറിയേണ്ട കാര്യം ഉണ്ടാവില്ല, മനസ്സിൽ വായിച്ചാൽ മതി. പറഞ്ഞിരുന്നോ? മൈക്കില്. ഹലോ, മീഡിയ എല്ലാം ഉണ്ടല്ലോ. ഞാൻ 19-ാം തീയതി, ഈ വരുന്ന 19-ാം തീയതി JT ബാങ്കിൽ ഷോ ഉള്ളതുകൊണ്ട്, 2 ഷോ ഉള്ളതുകൊണ്ട് ഞാൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ജസ്റ്റ് വിളിച്ച് പറയുന്നത് മൂവിയുടെ ടൈറ്റിൽ ഈ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ്. ഈ കൂട്ടത്തിൽ ഞാൻ എന്തിനാണ് സ്റ്റേജിൽ കയറി അറിയില്ല. പക്ഷെ റൂം നിറയെ പ്രിയപ്പെട്ട ആളുകൾ, ഭയങ്കര സന്തോഷം, ഭയങ്കര പ്രൗഡ്. തലവൻ നേരത്തെ കൂട്ടുകാരാണെങ്കിലും തലവൻ കഴിഞ്ഞു നിൽക്കുന്ന അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരുമിച്ചുള്ള ജേർണി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഈ മൂവിയുടെ കഥ ആലോചിക്കുന്ന സമയം തൊട്ട്, അല്ലെങ്കിൽ കഥ കേട്ട് തുടങ്ങുന്ന സമയം തൊട്ട് ഓരോ അപ്ഡേറ്റും രാവിലെ ഉച്ചക്ക് വൈകുന്നേരം എന്നുള്ള പോലെ അറിയാം. നമ്മൾ കുറച്ച് മൂവീസ് ക്രിയേറ്റീവ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ നോ സം പാറ്റേൺസ്, കുറച്ച് പേരുടെ. ഇത് സുഹൃത്തായതുകൊണ്ട് കൂടുതൽ പറയുന്നതല്ല, ഹാർഡ് വർക്കിംഗ്. ഇത് 3:20 വിളിക്കുമ്പോൾ പോലും എഴുത്തിലാണ്. അതിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതെ ഇതൊരു ഗംഭീര സംഭവം എന്ന് ഉറപ്പാണ്. ഇനി ഇത് അത്രയും പൈസ ഉണ്ടാക്കി
അവനും അത്രയും പൈസ ഉണ്ടാക്കിയിട്ട് അടുത്ത ഷോ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ എല്ലാ വിഷസും പിന്നെ അതെ അതാണ് റൂം ഫുൾ ഓഫ് ഫേവറേറ്റ് പീപ്പിൾ. നമുക്കിത് ഫാമിലി പോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ എവിടെ ഷൈൻ ആണോ ഈ സീക്രട്ട് വിളിച്ച് പറയാത്ത മെന്റലിസ്റ്റ് ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫീൽ ഗുഡ് സംഭവമാണ്. സച്ച് എ പ്ലഷർ. താങ്ക് യു സോ മച്ച്. Thank you so much, Adi. Yes, room full of favorite people എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പീപ്പിൾ ആയിട്ടുള്ള ആദ്യമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആൻഡ് യെറ്റ് അനദർ മജീഷ്യൻ ആണ് ഇനി നമ്മളോട് സ്റ്റേജിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വല്ലപ്പോഴും ഇതിന് കിട്ടുള്ളൂ, അതുകൊണ്ട് വിളിക്കുന്നതാണ്. രാജമോഹൻ സാർ ഒന്ന് സ്റ്റേജിലേക്ക് വരണം. കേരളത്തിലെ മജീഷ്യൻസ് ആരാധിക്കുന്ന മജീഷ്യൻ പ്ലീസ്. Yet another magician joining us on stage. ഒരു നല്ല കൈയ്യടി നൽകി തന്നെ രാജമൂർത്തി സാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങളുടെ പേര് അനൗൺസ് ചെയ്യുന്നതിനായിട്ട് സർപ്രൈസ് അത് മുഖത്ത് റിഫ്ലക്ട് ചെയ്ത് തന്നെയാണ് അദ്ദേഹം സ്റ്റേജിലേക്ക് വരുന്നത്. സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ സർ. താങ്ക് യു സോ മച്ച്. യെസ്, സാധാരണ ബാക്കിയുള്ള സർപ്രൈസ് ചെയ്യുന്നത് ഞങ്ങളുടെ ജോലിയാണ്. This actually came as a surprise for me. Absolutely no idea that I was going to share the stage here. See, ജിസിന്റെ എനിക്ക് അറിയാം, ഞങ്ങൾ കുറച്ച് കാലമായിട്ടുള്ള പരിചയമേ ഉള്ളൂ എനിക്ക്. പക്ഷേ ആ സമയത്ത് തൊട്ട് ദ കൈൻഡ് ഓഫ് സീരിയസ്നെസ്, ദ വേ ഇറ്റ് ലുക്സ് അറ്റ് മൂവീസ്, നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മൂവിയുടെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, ബാക്കി എനിക്കറിയില്ല. അതേപോലെ തന്നെ ഈ ടൈറ്റിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരെയും പോലെ ഇന്നിവിടെ വരുമ്പോഴാണ് ഞാൻ കാണുന്നത്. അമേസിംഗ് വൺ. ആൻഡ് ഞങ്ങൾ ബാക്കിയൊന്നും പറയാറുണ്ട്, എന്തൊക്കെയോ അത് ഹൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് സംശയമൊക്കെ തോന്നുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഓവർ. ഓൾ ദി ബെസ്റ്റ്. പ്രിയപ്പെട്ട അസ്കർ, പ്ലീസ് അസ്കർ ഒരു വലിയ കഴിവ്. സംഭവത്തിന് ശേഷം അസ്കറിന്റെ സ്റ്റേജിൽ ഞാനിപ്പോഴാണ്. ഇത് എനിക്ക് പറഞ്ഞ പോലെ എന്റെ ഫാമിലിയിലെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ കയറിയത്. അപ്പോ ഭയങ്കര സന്തോഷം ജിസേട്ടാ. കാര്യം ഞാൻ കുറെ വർഷങ്ങളായിട്ടോ ചെറുപ്പം മുതലേ ഇവരുടെ കണ്ടാണ് വളരുന്നത്. ജിസേട്ട എപ്പോഴും ഞങ്ങളുടെ വീട്ടില് എന്നേക്കാൾ കൂടുതലുള്ളതാണ് ഇക്കടെ കൂടെ. അപ്പോ എനിക്കിതൊരു ഫാമിലി ഫംഗ്ഷൻ ആണ്. സോ ഓൾ ദി ബെസ്റ്റ് ജിസേട്ടാ. അപ്പോ ഓൾ ദി ബെസ്റ്റ്, എല്ലാം അടിപൊളിയാവട്ടെ. എന്നെയും ഇനി ഏതെങ്കിലും പടത്തിൽ വിളിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർനെസിന്റെ ഒരു സ്പിരിറ്റ് ആണ് നമ്മൾ കേട്ടത്. And now I think we have come almost to the end of drawing a close to our celebrations. പക്ഷെ അതിനു മുന്നേ ഇനി നമ്മളെല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് പിക്ചർ എടുക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സെലിബ്രേഷൻ ഏറ്റവും ക്ലാസ് ആയി തന്നെ നമുക്ക് എൻഡ് ചെയ്തതിനായിട്ട് ഒരിക്കൽ കൂടെ നമ്മൾ നേരത്തെ ലോഞ്ച് ചെയ്ത് ആ ഒരു ടൈറ്റിൽ വീണ്ടും നമുക്ക് കാണണ്ടേ? That's the perfect way to draw an official close. So അതുകൊണ്ട് തന്നെ once again we are taking this moment to bring before you the title. So ladies and gentlemen, seeking all your attention on the screen, and can we have a video please? നായകൻ എവിടെയുണ്ട്? നായക എവിടെയുണ്ട്? തേച്ചിട്ട് പോയ നായക എവിടെയുണ്ട്? സംവിധായകൻ എവിടെയുണ്ട്? നായകന്റെ അച്ഛനും എവിടെയുണ്ട്? അപ്പൊ ഒരു ഫാമിലി മുഴുവൻ ഇവിടെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അവരെ എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി ഫ്രെയിമിലേക്ക് കൊണ്ടുവരണ്ടേ? The entire family is now coming once again together after 9 years since the release of Sunday Holiday. So once again welcoming our Sweta Masipika, Shruti, Alan here, and of course with the presence of our wonderful director Just Joy. 9 വർഷമല്ലേ? That's a huge milestone. 9 വർഷമായി എന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല, but still 9 വർഷത്തിന് ശേഷം വീണ്ടും സിനിമയുടെ താരങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരുമിച്ച് ഒരു ഫോട്ടോ, ഐ മീൻ സോഷ്യൽ മീഡിയ എല്ലാവരും ഒന്ന് റിമൈൻഡഡ് ആവട്ടെ. This is the 9th year of Sunday Holiday. Yes. And what a wonderful moment to celebrate on this day. You can smile, smile, smile. സൺഡേ ഹോളിഡേ എന്ന ഫീൽ ഗുഡ് സിനിമ അങ്ങനെ 9 വർഷമായിട്ട് നമ്മളെല്ലാവരെയും ഫീൽ ഗുഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റഡ്ലി നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. എക്സൈറ്റഡ്.
നമ്മളെ തേച്ചിട്ട് അങ്ങ് പോകും. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, അതാണ് നമ്മുടെ ജീവിതം. അതൊരു കുമ്മാണ്, ചുമ്മാ ചിരിച്ചു വിട്ടണം പറഞ്ഞ ഒരു ഡയലോഗാണ്. ആ സിനിമയിൽ ഞാനിപ്പോ പറഞ്ഞ ഭാഷയല്ല ജിസ് എഴുതി വെച്ചത്. ഞാനിത് പുതിയ വ്യാഖ്യാനമാണ് പറഞ്ഞത്. അത് തന്നെയാണ് ജീവിതം, ഒരു കുമ്മാണ്. Okay, so photo session ലേക്കാണ് നമ്മൾ പോകുന്നത്. With your presence here itself, കോട്ടയം ബെൽറ്റിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒരുമിച്ചുള്ള ഫോട്ടോ സെഷനിലേക്ക് നമ്മൾ പോകുന്നു. സിനിമയിലെ അഭിനേതാക്കൾ ഏവരെയും സ്റ്റേജിലേക്ക് ഫോട്ടോ സെഷനിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കമിംഗ് our producers Shamsu sir and Menu sir as well to join us on the floor for the photo session. And everyone else, എല്ലാ താരങ്ങളെയും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള താരങ്ങൾ എല്ലാവരെയും സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. Let's have this wonderful picture. കോട്ടയം ബെൽറ്റ് സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മൾ ഒരുമിച്ച് ഒരു ഫോട്ടോ സെഷൻ എടുത്ത് ഈ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ നമ്മളിവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. The entire cast and crew of Kottayam Belt, please kindly come over the stage to join for the group picture. അതോടൊപ്പം ഇന്ന് മുഖ്യ അതിഥിയായി നമ്മളോടൊപ്പം എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അഡ്വക്കേറ്റ് OJ ജനീഷ് സാറിനെ ഈ വേദിയിലേക്ക് ഫോട്ടോ സെഷനിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. Let me also take the valuable presence of Mr. Anup V. Nair, State Attorney. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും വേദിയിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. With immense happiness and pleasure welcoming Mr. T.A. Nawaz, Director, Administrative Committee, Case Bank, Trivandrum. സ്നേഹപൂർവ്വം ആദരപൂർവ്വം വേദിയിലേക്ക് ഫോട്ടോ സെഷനിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. So I think everyone can smile. എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു പുഞ്ചിരി വിടരട്ടെ. With that smile, let's pose for the picture. കോട്ടയം ബെൽറ്റ് സിനിമയുടെ കാര്യങ്ങൾ ക്രൂ മെമ്പേഴ്സ് ടൈറ്റിൽ ലോഞ്ച് സെറമണി ഭാഗമായിട്ട് അങ്ങനെ നമുക്ക് മുന്നിൽ ഒരുമിച്ച് നിൽക്കുകയാണ്.